Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon. Okay, we can start. Yes. Prayer ചൊല്ലാം അല്ലേ? Good afternoon, everyone. ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ അച്ഛനും അമ്മയും എന്തോ പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും അച്ഛനും അമ്മയും എന്തോ പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളി വെളിച്ചം പകരം ഗുരുവിനെ ഉണ്മയിൽ സ്നേഹിച്ചും ആദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞൊരു മാതൃകയായിട്ട് സ്വീകരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തൻ്റെ കൂടെ പിറപ്പുകളായി നനച്ചും മാതൃഭൂമിക്കായി ജീവൻ വെടിഞ്ഞൊരു മാതൃകയായിട്ട് സ്വീകരിച്ചും ഈശ്വര കൈകൂപ്പി നിൽപ്പൂ ഞാൻ നിൻ മുന്നിൽ ഈറനണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയണേ ഭൂവിലും കാരണനായുള്ള തമ്പുരാനേ. ഓക്കെ, താങ്ക് യു. സഫിയ നല്ല എന്താ പറയാ, എവിടെ വേറെ ഏതോ ഒക്കെ ഇങ്ങനെ പറന്നു നടക്കുമായിരുന്നു. അതോ ഒരു ഫീലായിരുന്നു. താങ്ക് യു മിസ്. Thought of the day പറയട്ടെ മിസ്. പറഞ്ഞോളൂ. പറയൂ, കേൾക്കുന്നില്ല. The distance between your dreams and reality is called action. It means that we all have dreams. Some can be easily achieved, while some would take years to happen. But all of these dreams require one thing to become reality, that is action. എന്നുവെച്ചാല് നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അകലം, ആ അകലത്തിനെയാണ് നമ്മൾ പ്രവൃത്തി എന്ന് വിളിക്കേണ്ടത്. അതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മിസ്. Good afternoon, ma'am, and good afternoon, all my dear friends. I welcome our dear Jisha Miss and each of my friends to today's class. Today is signing with a little farm song. തെയ്യദിനന്താരാ താരദിനന്താരാ തെയ്യദിനന്താരാ താരദിനന്താരാ തെയ്യദിനന്താരാ താരദിനന്താരാ തെയ്യദിനന്താരാ
സൂര്യൻ ഉദിച്ചു കണ്ടേ തെയ്യതിനന്താരാ, നേരം പുലർന്നു പോയേ താരതിനന്താരാ. ഒരു പിടി ഞാറെടുത്തേ തെയ്യതിനന്താരാ, നട്ടിട്ടും തീരുന്നില്ലേ താരതിനന്താരാ. ആദിത്യൻ കതിരു നോക്കിയേ തെയ്യതിനന്താരാ, ആദിത്യൻ കതിരു കണ്ടേ താരതിനന്താരാ. തെയ്യതിനന്താരാ താരതിനന്താരാ, തെയ്യതിനന്താരാ താരതിനന്താരാ. ദൈവത്തെ കൈയെടുത്തേ തെയ്യതിനന്താരാ, തമ്പുരാൻ വന്നല്ലോ താരതിനന്താരാ. നട്ടിട്ടും തീരുന്നില്ലേ തെയ്യതിനന്താരാ, മേനി തളർന്നു പോയേ താരതിനന്താരാ. മാനം കറുത്തു പോയേ തെയ്യതിനന്താരാ, മാരിച്ചൊരിഞ്ഞു നിന്നേ താരതിനന്താരാ. തെയ്യതിനന്താരാ താരതിനന്താരാ, തെയ്യതിനന്താരാ താരതിനന്താരാ. തെയ്യതിനന്താരാ താരതിനന്താരാ, തെയ്യതിനന്താരാ താരതിനന്താരാ. താങ്ക് യു മിസ്. വെരി നൈസ്. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ കൂടെ ഓൺ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ലൈവ്ലി ഫീൽ വന്നു. ഓക്കെ, സോ നമ്മൾ എവിടെയായിരുന്നു ക്ലാസ്? കഴിഞ്ഞ ക്ലാസ്സിലെ സ്റ്റോറി റൈറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ട് നിർത്തുക ചെയ്തത്. നമ്മുടെ റെക്കോർഡ് റൈറ്റിംഗിലാണോ? റെക്കോർഡ് റൈറ്റിങ്ങിന്റെ അത് കംപ്ലീറ്റ് ചെയ്യാണ്ടല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ കോഴ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡിപ്ലോമ എടുത്തിട്ടുള്ളവരുണ്ടാവും, PG എടുത്തിട്ടുള്ളവരുണ്ടാവും അല്ലെ? നമുക്ക് ഡിപ്ലോമയുടെ ക്വാളിഫിക്കേഷൻ അറിയാം, SLC ഓർ 10 +2 ആണ്. മറ്റേത് ഡിഗ്രി പാസ് ആവണം. ഓക്കെ, ഇത് കഴിഞ്ഞ് നമുക്കിത് ഈ ഫീൽഡിൽ ജോലി കിട്ടുമ്പോൾ നമ്മള് പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികൾ ഏത് ഏജുള്ളവരായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ ടീച്ചറെ. നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ചെന്ന് ഈ കോഴ്സ് റിലേറ്റഡ് ആണ് നിങ്ങൾക്ക് സ്കൂളിൽ ജോലി കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഏത് ഏജിലെ ഏത് ക്ലാസ്സിലെ കുട്ടികളെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്? KG സെക്ഷൻ അല്ലെ, KG സെഷൻ കുട്ടികളാണ്. ആ ഒരു ഏജിലെ കുട്ടികളുടെ പല പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു. അവരുടെ സെൻസിറ്റീവ് പീരീഡ് ആണ്, അബ്സോർബൻ മൈൻഡ് ആണ്, അവരെന്തും അങ്ങോട്ട് വിഴുങ്ങും, കിട്ടുന്നതൊക്കെ അവരങ്ങോട്ട് അവരുടെ ബ്രെയിനിൽ ഫീഡ് ആവും. അപ്പോ അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കണം? നമ്മൾ പറയുന്നതാണ് അവർ കേൾക്കുന്നത്, അതാണ് അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അവർ അതുപോലെ സംസാരിക്കാൻ നോക്കുന്നു. സോ നമ്മുടെ എങ്ങനെയായിരിക്കും? ആദ്യം നമ്മൾ നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെയ്യണം ഓരോരുത്തരും. അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങുന്ന ഏജ് ആണല്ലേ? സോ നമ്മുടെ ഇംഗ്ലീഷ് എങ്ങനെ ആവണം? ബെറ്റർ ആവണം എന്നാലേ നമുക്ക് ആ കുട്ടികളോട് സംസാരിക്കാൻ പറ്റും. സോ അത് നമ്മൾ ഇവിടുന്നേ തുടങ്ങണ്ടേ? അതെ, വേണം, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എടുക്കുന്ന ആരാ? നന്നായി എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ മാക്സിമം ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യും. ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ തീരുമാനിക്കും, എന്നിട്ട് ക്ലാസ്സിൽ ചെയ്യും. ടീച്ചർ അതിനായിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരൂ, എങ്ങനെ ചെയ്യേണ്ടത്? കഴിഞ്ഞൊരു ബാച്ചിലെ കുട്ടികൾ പറഞ്ഞത് ഡിബേറ്റ് ആയിരുന്നു. അതാവുമ്പോ എല്ലാരും സംസാരിക്കണം. നമ്മളൊരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളെ റിട്ടേൺ ടെസ്റ്റ്, നമുക്ക് എല്ലാം അറിയായിരുന്നു, നമ്മൾ റിട്ടേൺ ടെസ്റ്റ് പാസ്സായി. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിന് മുമ്പ് ഒരു സെഷൻ ഉണ്ടാവും ചില ജോലികൾക്കൊക്കെ, ഗ്രൂപ്പ് ഡിസ്കഷൻ, GD.
ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ടോപ്പിക് തരും, നമ്മൾ സംസാരിക്കുന്നത് ചിലപ്പോൾ ബ്ലണ്ടർ ആയിരിക്കും സംസാരിക്കുന്നത്, പക്ഷെ നമ്മൾ ആ ടോപ്പിക്കിന് എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള നമ്മുടെ പെർഫോമൻസ് ആണ് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ വിലയിരുത്തുന്നത്. നമ്മൾ മിണ്ടാതിരിക്കുവാണെങ്കിൽ അപ്പൊ തന്നെ ആ ലെവലിൽ നിന്ന് നമ്മൾ ഔട്ട് ആവും അല്ലെ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ GDയിൽ ക്വാളിഫൈ ആയിട്ട് വന്നിട്ടപ്പോഴാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ചില ഇന്റർവ്യൂവിന്റെ ഒരു പാനൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഡിബേറ്റ് വെച്ചു, 4 8 പേര് സംസാരിച്ചാൽ മതി പോരല്ലോ. നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്, അവരെല്ലാരും സംസാരിക്കണ്ടേ? നമ്മൾ എങ്ങനെയാ ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റുക? ജിഷയ്ക്ക് അറിയോ? ജിഷയ്ക്ക് അറിയായിരിക്കുമല്ലോ കുറച്ചൊക്കെ. ടീച്ചർ, നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനും അതേപോലെ തന്നെ ഒപ്പോസ് ചെയ്യാനും സാധിക്കുന്ന ഒരു വിഷയമായിരിക്കണം. അതായത് ഒരു പബ്ലിക് ഒപ്പീനിയൻ 2 വിധത്തിൽ ശക്തമായി നേരിടുന്ന ഒരു ടോപ്പിക് വേണം നമ്മൾ എടുക്കാൻ. അത് 2 കൂട്ടരും ഒരേപോലെ ഒരു പോയിന്റിനെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് പറയാൻ വിധത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിഷയമായിരിക്കും എന്നുള്ളതാണ് ഡിബേറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു മോഡറേറ്റർ കാണും അല്ലെ ഡിബേറ്റിന്? അതെ, ഒരു മോഡറേറ്റർ ഉണ്ടാവും. ടൈം സെറ്റ് ചെയ്യാനായിട്ട് ഒരു സൈഡിലുള്ളവർക്ക് ഇത്ര ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത് അടുത്ത ആൾക്ക് ആ രീതിയിൽ ഡിബേറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോ ഡിബേറ്റിന് ടോപ്പിക് വേണമെന്ന് പറഞ്ഞു. എന്തൊക്കെ ടോപ്പിക് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വരുന്നുണ്ട്? ഗവൺമെന്റ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ, മിക്സഡ്. ലഹരിനെ കുറിച്ച് വരുന്നുണ്ട്. ലഹരിയെ കുറിച്ച് വരുമ്പോ നമുക്ക് അത് എങ്ങനെ ഡിബേറ്റിനുള്ള ടോപ്പിക് ആക്കാം. ഡിസ്കഷൻ ആണെങ്കിൽ ദാറ്റ്സ് ഓക്കെ. ഡിബേറ്റ് എന്ന് പറഞ്ഞ ഒരു ഇതിനെ ഒരാൾ ഒപ്പോസ് ചെയ്യുന്നു, ഒരാൾ അതിന്റെ കൂടെ നിൽക്കും, സപ്പോർട്ട് ചെയ്യും. ലഹരിയിൽ നമ്മൾക്ക് ഡിസ്കഷൻ വെക്കാം. social media Private school or public school is better. മിക്സഡ് സ്കൂൾ ഓർ ഗേൾസ് ഓർ ബോയ്സ് ഓൺലി സ്കൂൾ, അതും വരാലോ. Gender neutrality. ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ. നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും പിന്നെ വേറെ ടീച്ചിങ്ങും ഒക്കെ പറ്റില്ലേ? ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ്. നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് കിട്ടണം അല്ലെ? കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം, റിലേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ 2 ടീമായിട്ട് ആകണം. ഇപ്പോ നമുക്ക് ഒരു ടീം വീക്കാണ്, ടീമിലെ മെമ്പേഴ്സ് കുറവാണ്, വേറൊരു ടീം ലവ് മാരേജ്, അറേഞ്ച്ഡ് മാരേജ്. ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ. അറേഞ്ച് മാരേജ് ഇപ്പൊ 20 പേരുണ്ടെങ്കിൽ എന്താ പറയാ 15 പേര് ലവ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുന്ന, 5 പേര് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈവൻ ദോ നമ്മുടെ ഉള്ളിൽ സപ്പോർട്ട് ചെയ്യുന്നത് വേറെ ആണെങ്കിൽ നമ്മൾ ടീമിനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യണ്ടേ? ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നടത്തണ്ടേ? നമുക്ക് വേണ്ടത് നമുക്ക് സംസാരിക്കുക എന്നുള്ളതാ. ഒരുപക്ഷെ നമ്മൾ എഗെയിൻസ്റ്റ് ആയിരിക്കും ലവ് മാരേജ്, പക്ഷെ ലവ് മാരേജിൽ ആള് കുറവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി നിന്ന് സപ്പോർട്ട് ചെയ്ത പോലെ നമുക്ക് സംസാരിക്കേണ്ടി വരും. നമുക്ക് വേണ്ട സംസാരിക്കുക എന്നുള്ളതാണ്. ഇനി സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതല്ല തൽക്കാലം നമ്മളുടെ പ്രൈം ഇമ്പോർട്ടൻസ്. നമ്മൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണം. നമ്മൾ ആ ഗ്രൂപ്പിലാണോ, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് ഉണ്ടാവില്ല, അതിലാണോ ചെയ്യേണ്ടത്? അതില് എങ്ങനെയാ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിനു വേണ്ടി ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ അല്ല, അപ്പൊ ഇതിന് മാത്രം ചർച്ച ചെയ്യാനല്ലേ? എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ലൈവില് അല്ലേ ഇത് നല്ലത്? ടീച്ചറോട് ഉള്ളപ്പോ നമുക്ക് ഇതുപോലെ ക്ലാസ് റൂമിൽ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഗൂഗിൾ മീറ്റിൽ വെച്ചാൽ മതി അല്ലേ? അതായത് നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊരു 15 to 20 മിനിറ്റ്സ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യുന്നല്ലേ നല്ലത്. നിങ്ങൾ ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് മെസ്സേജ് ഒക്കെ അല്ലേ വരുള്ളൂ? അതോ എങ്ങനെയാ? എന്താ ഉദ്ദേശിച്ചത്? വീഡിയോ കോളോ? അല്ലല്ല, ടീച്ചർ എങ്ങനെ ആയിരിക്കും മാം കുറച്ചുകൂടി നല്ലത്. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇപ്പൊ കോമൺ ആയിട്ട് സംസാരിക്കില്ലേ, കാഷ്വൽ ആയിട്ട് സംസാരിക്കില്ലേ, അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണം. അതുമല്ല, അന്ന് പ്രസന്റ് ആയിരിക്കുന്ന എല്ലാരും സംസാരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനായിട്ട് ഈ മോഡറേറ്റർ ഇരിക്കുകയും വേണം. ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾ ടീം സെറ്റ് ചെയ്യാതെ ടോപ്പിക്കും ടീമും ആദ്യം സെറ്റ് ചെയ്തിട്ട് വേണം ക്ലാസ്സിൽ വരാൻ, അല്ലെങ്കിൽ നമുക്ക് ടൈം പോകും. അപ്പൊ പ്രിപ്പയർ ചെയ്യാനും എന്തൊക്കെ പോയിന്റ്സ് ആരൊക്കെ പറയണം എന്നുള്ളത് ആ ടീമുകൾക്ക് തമ്മിൽ ഡിസ്കസ് ചെയ്യാനും ഒരു ടൈം കിട്ടണം. ഇന്ന് പോയിട്ട് ഒരു ടീം സെറ്റ് ചെയ്ത് ടോപ്പിക് സെറ്റ് ചെയ്ത് ടീം സെറ്റ് ചെയ്ത് തമ്മിലായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് വന്നിട്ട് ടീം ഇന്ന ആൾ ആദ്യം പറയൂ, അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ ഒരു ഓർഡർ ആദ്യം വരണം.
ആര് സംസാരിക്കണം, ഒരാൾ ഇടയ്ക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആര് കൗണ്ടർ ചെയ്യണം, അതൊക്കെ തമ്മിലൊരു ധാരണ വരണം. കാരണം നമുക്കിവിടെ ലിമിറ്റേഷൻസ് കൂടുതൽ ഓൺലൈനാണ്. അപ്പൊ നമ്മളുടെ ആ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് മാക്സിമം ഫ്രൂട്ട്ഫുൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അത് പേഴ്സൺ ടു പേഴ്സൺ, അത് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് അത് ഇങ്ങനെ തന്നെയായിരിക്കും. ബട്ട് എന്നാലും നമുക്ക് സംസാരിക്കാൻ പറ്റും. ക്ലിയർ ആയോ? മറ്റേ ഡ്രഗ്സിന്റെ നമുക്കൊരു ഡിസ്കഷൻ വെക്കാം. നമുക്ക് ഏതൊക്കെ ഏരിയയിൽ അത് നമുക്കൊരു നല്ലൊരു ഡിസ്കഷൻ വെക്കാം. അത് ഡിബേറ്റിനകത്ത് നമുക്ക് പറ്റില്ല. നമുക്ക് ഡിസ്കഷൻ വെച്ചിട്ട് നമുക്ക് അതിന്റെ സൊല്യൂഷൻസ് നമുക്ക് അതിൽ നിന്ന് വരുത്താം. നമുക്ക് നമ്മുടെ ലോക്കൽ ഏരിയയിൽ അത് എന്തൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ചെയ്യാം. ജിഷയെ സംബന്ധിച്ച് മീഡിയയിലൂടെ മെസ്സേജ് കൊടുക്കാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കൊടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പൊ ആ രീതിയിൽ അത് നമ്മളുടെ ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെന്റ്, നമ്മുടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അത് നമുക്ക് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ആ റെക്കോർഡിന്റെ കാര്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വരാം. ഇത് ക്ലിയർ ആയോ? ആദ്യം നിങ്ങളൊരു ടോപ്പിക് സെലക്ട് ചെയ്യാം. ടോപ്പിക്കിൽ നമ്മൾ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസിനേക്കാളും നമുക്ക് സംസാരിക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് ടോപ്പിക് സെലക്ട് ചെയ്യണം. ടീം സെറ്റ് ചെയ്യാം. ഇനി ഒരേ സൈഡിൽ കുറെ പേര് വരികയാണെങ്കിൽ മറ്റേ ടീമിനെ സ്ട്രോങ് ആക്കാൻ മുന്നോട്ട് വരണം. അതിൽ നിന്ന് ആൾക്കാർ വന്ന് അങ്ങനെ ഈക്വൽ ആയിട്ട് ടീമിനെ സെറ്റ് ചെയ്യാം. ടീമില് പിന്നെ ആ ടീമുകൾ തമ്മിലൊരു ഡിസ്കഷൻ, അവർ തമ്മിൽ തീരുമാനിക്കണം നമ്മളൊക്കെ എന്തൊക്കെ പോയിന്റ്സ് പറയാം. ഒരാൾ നോട്ട് ചെയ്യുക, ഓരോരുത്തർ പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് സോർട്ട് ചെയ്യാം. ആദ്യം ആര് തുടങ്ങണം, എങ്ങനെ വേണം, പിന്നെ കൗണ്ടർ വരുമ്പോ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതൊക്കെ. നെക്സ്റ്റ് ക്ലാസ്സിലാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത് ടീച്ചർ വരുമ്പോ? നിങ്ങൾ പറഞ്ഞോളൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, അതൊന്നും പ്രശ്നമില്ല. സർവേ തന്നതല്ലേ? സർവേയുടെ ക്വസ്റ്റ്യൻ തന്നായിരുന്നില്ലേ? വൈവയില് സർവേ കുറിച്ച് ചോദിച്ചാന്നേ ഒരു കുട്ടി. അത് ഞാൻ മിനിമം 5 പാരന്റ്സിനെ കാണുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആള് 20 പാരന്റ്സിനെ കണ്ടു. 20 പാരന്റ്സ്, പല എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള 20 പാരന്റ്സ്, പുറത്ത് ഗൾഫ് കൺട്രീസിലുള്ളവര്, യൂറോപ്യൻ കൺട്രീസിലുള്ളവര്, നാട്ടിലുള്ളവര്, അങ്ങനെ രീതിയിൽ 20 പാരന്റ്സ്. ആ കുട്ടി എന്നോട് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞ കാര്യം എന്താ അറിയോ? ഇത് കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു വിഷയമല്ല, ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആയിട്ട് ഹോൾ ലൈഫിൽ ഇത് ചെയ്യണം. അതായത് അതിന് ജോലി കിട്ടുകയും ചെയ്തു കേട്ടോ, ഒരു CBSE സ്കൂളിൽ KG സെഷനിൽ. അപ്പൊ ആ കുട്ടി ഇനി നെക്സ്റ്റ് അക്കാദമിക് ഇയർ ജോയിൻ ചെയ്താൽ മതി. ചെല്ലുമ്പോൾ പാരന്റ്സിന്റെ, ആ കുട്ടികളുടെ പാരന്റ്സിന്റെ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത് സർവേ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെയായി സ്റ്റോറിയില്? കമ്പാരിസൺ സ്റ്റോറി. കമ്പാരിസൺ സ്റ്റോറി. ഓക്കെ, അത് പറഞ്ഞോ ഞാൻ? ടീച്ചർ ഒന്നുകൂടി പറയോ? ഒന്ന് ഓടിച്ചോട്ടെ. കമ്പാരിസൺ സ്റ്റോറി എങ്ങനെയാന്നാണോ പറയണ്ടേ? അല്ല, അതിനു മുമ്പുള്ളത് സ്റ്റോറി. എ മുതല്. നിഷ എന്താ ചോദിച്ചേ? മിസ്സേ മോറൽ സ്റ്റോറി തൊട്ടൊന്ന് ഓടിച്ച് പറയാവോന്ന് ഞാൻ ചോദിച്ചേ. ഓക്കെ ഓക്കെ. മോറൽ സ്റ്റോറി, നമ്മളുടെ ഈ എല്ലാ സ്റ്റോറീസും നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നവർക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറുന്ന രീതിയിലുള്ള സ്റ്റോറി എഴുതണം. അത്രയും സിമ്പിൾ ആയിരിക്കണം, നല്ല മെസ്സേജുകൾ വരണം എല്ലാത്തിലും. അപ്പൊ മോറൽ സ്റ്റോറിയിൽ ഞാൻ എഴുതിയത് പങ്ക്ച്വാലിറ്റിയെ കുറിച്ചായിരുന്നു. മോറൽ സ്റ്റോറി എഴുതിയത്, അതൊരു കുട്ടി സ്കൂളിൽ പഠിക്കുന്നു, പക്ഷെ സമയത്ത് ഹോംവർക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ അവൾ പഠിക്കാൻ പിടിക്കുകയാണ്, ബാക്കിയുള്ള കാര്യങ്ങളിലും പിടിക്കുകയാണ്. എക്സാം ഒക്കെ ആകുമ്പോഴേക്കും ധൃതി പിടിച്ച് പഠിച്ച് നല്ല മാർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാകുമ്പോൾ അവൾ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി, അവൾക്ക് കിട്ടുന്നുള്ളൊരിതായി. അങ്ങനെ ആള് പഠിച്ച് വലിയ ക്ലാസ്സിലൊക്കെ ആയി, PG ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും
ഇന്റർവ്യൂവിന് പോയി ഒരു ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്തു നല്ലൊരു ഫേമില്. പക്ഷെ ആസ് യൂഷ്വൽ അവള് ഒട്ടും പങ്ക്ച്വൽ അല്ലല്ലോ. ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. അവളെ ചെന്നപ്പോഴേക്കും ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു പോയി. അവൾ ആ ചാൻസ് മിസ് ചെയ്തു. സോ അതോടുകൂടി അവൾക്ക് ലൈഫിൽ വലിയൊരു ലോസ് സംഭവിക്കുക. അവൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഫേമിലെ ജോബായിരുന്നു. അപ്പൊ അങ്ങനെ അവൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാണ് കാര്യങ്ങൾ സമയത്ത് ചെയ്യണം, സമയത്തിന് മുമ്പ് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അതാണ് ഞാൻ എഴുതിയ ഒരു മോറൽ സ്റ്റോറി. അപ്പൊ അതിൽ നിന്നൊരു മോറൽ അതായിരുന്നു, സമയം ടൈം കീപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു ഞാൻ എഴുതിയത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതുപോലൊരു മെസ്സേജ്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു മെസ്സേജ് കുട്ടികൾക്ക് എത്തുന്ന രീതിയിൽ ഒരു സ്റ്റോറി എഴുതുക. നെക്സ്റ്റ് വൺ, ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി. അപ്പൊ ആദ്യം പറഞ്ഞത് ഈ മോറൽ സ്റ്റോറി എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. എവിടെയും എഴുതി വെച്ചേക്കുന്നത് നമ്മൾ അങ്ങനെ കോപ്പി ചെയ്യാനുള്ളതല്ല, തന്നെ താൻ എഴുതണം. അടുത്തത് ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഉള്ള കഥ നമുക്ക് കോപ്പി ചെയ്ത് വെക്കാം, നോ പ്രോബ്ലം. അതായത് ഞാൻ എഴുതിയത് തെന്നാലി രാമനെ കുറിച്ചായിരുന്നു. പണ്ട് കാലത്തെ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ മിത്തോളജി അങ്ങനെയുള്ള സ്റ്റോറീസ് ഏത് വേണമെങ്കിലും എഴുതാം. നസറുദ്ദീൻ ഹോജയെ കുറിച്ചോ കൃഷ്ണനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മഹാഭാരതം, രാമായണം. എത്ര ലൈൻസ് വേണം അല്ലെങ്കിൽ എത്ര പാരാഗ്രാഫ് വേണം, അങ്ങനെ എന്തെങ്കിലും ഒരു പേജൊക്കെ മതിയാവോ? മതി. കാരണം കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് കുറെ വലിയ കഥ കേട്ടിട്ടൊന്നും അവർക്ക് ശ്രദ്ധിക്കില്ല. അവരുടെ ആ ഒരു അറ്റൻഷൻ സ്പാൻ അങ്ങനെ ആയിരിക്കും. ഞാൻ ഫസ്റ്റ് സ്റ്റോറി എഴുതിയത് ഒറ്റ പേജിൽ നിന്നു. അത് 2 പാരഗ്രാഫേ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഒറ്റ പേജിൽ നിന്നു 2 പാരഗ്രാഫ് ഉണ്ട്. അതിന്റെ റിലേറ്റഡ് പിക്ചറും ഒട്ടിച്ചു. അത് ഒട്ടിച്ചതാണോ വരച്ചതാണോ? ഒട്ടിച്ചല്ല, വരച്ചതാ. ഒട്ടിക്കാം, വരയ്ക്കാം. എന്നിട്ട് ക്രയോൺസ് അല്ല, ഓയിൽ പേസ്റ്റൽസ് വെച്ചാണ് കളർ ചെയ്തത്. ക്രയോൺസ് വെച്ചാൽ കുറെ ഇങ്ങനെ പൊടി പോലെ വന്നാലോ എന്ന് വിചാരിച്ചു. ഓയിൽ പേസ്റ്റൽ ആവുമ്പോ നമുക്ക് ഇങ്ങനെ എന്താ പറയാ, അതിങ്ങനെ ചുരണ്ടി കളയാലോ, നമുക്കിങ്ങനെ കട്ടി ഫീൽ ചെയ്യില്ലല്ലോ. മനസ്സിലായില്ലേ? സ്കെച്ച് ആവുമ്പോ ചിലപ്പോ സ്മഡ്ജ് ആവാം, ബാക്ക് സൈഡിലേക്ക് അതിന്റെ കളർ ഇങ്ങനെ കാണും. ഇതാവുമ്പോ ബാക്ക് സൈഡിലേക്ക് കളർ അങ്ങനെ കാണുന്നില്ല അധികം. കണ്ടോ, ആ പിക്ചറിന്റെ ബാക്ക് സൈഡില് കളർ അധികം കാണുന്നില്ല. ഇങ്ങനെ ഹെഡിങ് കൊടുത്തു മോറൽ സ്റ്റോറിന്ന്. ഞാനിത് ഗ്ലിറ്റർ പെൻ വെച്ചിട്ടാട്ടോ എഴുതിയിരിക്കുന്നത്. ഇത് ലൈൻ ഇട്ടിരിക്കുന്നത് ഒരു പിങ്ക് കളർ ഗ്ലിറ്റർ പെന്നാണ്. മോറൽ സ്റ്റോറിന്ന് ഗോൾഡൻ ഗ്ലിറ്റർ, ആ ഒരു കളർ വെച്ചിട്ട്. ഇങ്ങനെ അടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ തിളങ്ങുന്നുണ്ട്. വീഡിയോയിൽ അത് അത്ര അറിയണില്ല എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആരൊക്കെയോ ചോദിച്ചു എന്ത് പേന യൂസ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. ഏത് കളർ പെൻ? ഒരുപാട് വർഷം മുമ്പ് പഠിച്ചല്ലേ ടീച്ചറെ? അപ്പോഴും ഇതേ ടോപ്പിക് തന്നെയാണ് അല്ലേ? ഏതാ? അല്ല, അപ്പോഴും ഇതേ ടോപ്പിക് കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത് പറയുന്നത്. കൂടുതലായിട്ട് അത് പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണോ ആഡ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കുറെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് പഠിച്ചത്? അതെ, PG ഡിപ്ലോമ. നമ്മളുടെ പക്ഷേ നമ്മളുടെ PDF റെക്കോർഡ് റൈറ്റിംഗ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ചെയ്തത് കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുന്നതാ. പ്രാക്ടിക്കൽസിൽ ഇത് വരും. അസൈൻമെന്റ്സും റിപ്പോർട്ട്സും റെക്കോർഡും ഒക്കെ ഞാൻ ചെയ്തത് കൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി ഞാൻ പറഞ്ഞല്ലോ, തെന്നാലി രാമൻ, ഹോണസ്റ്റ് പേഴ്സൺ എന്നും പറഞ്ഞിട്ട് തെന്നാലി രാമന്റെ കഥയാണ് എഴുതിയത്. അതൊക്കെ നമുക്ക് എടുക്കാം. അതൊന്നും നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, മിത്തോളജി സ്റ്റോറി ഒന്നും. അതൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ തന്നെ ചെയ്യാം. നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി. ഇത് എങ്ങനെ എഴുതണം? തെന്നാലി രാമന്റെ ഒക്കെ ഓൾറെഡി ഉള്ള സ്റ്റോറീസ് അല്ലേ ഉണ്ടാവുക, അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്? അതാ ഞാനിപ്പോ പറഞ്ഞത്. ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അഡോപ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിപ്പോ ബൈബിളിലെ കഥകളോ രാമായണം, നസറുദ്ദീൻ ഹോജയുടെ അങ്ങനെയൊക്കെ കുറെ പഴയ കാലത്തെ കുറെ കഥകളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് എടുക്കാം. കമ്പാരിസൺ സ്റ്റോറി എനിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ സ്റ്റോറി എങ്ങനെ എഴുതണം എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സ്റ്റോറിയിലെ 2 ക്യാരക്ടേഴ്സിന്റെ കമ്പാരിസൺ എന്നുള്ള രീതിയിൽ എഴുതി. നമുക്കങ്ങനെ മാം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, യു ഡു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിരുന്ന് ചിന്തിക്കണം. അതാട്ടോ ശരിക്കും റൈറ്റ് വേ. ഞാൻ എഴുതിയ കമ്പാരിസൺ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിൻ ഫ്ലവറിനെ കുറിച്ചും റോസ് ഫ്ലവറിനെ കുറിച്ചും ആയിരുന്നു എഴുതിയത്. ഒരു ഗാർഡനിൽ ഫ്ലവേഴ്സ് നിറയെ ഉണ്ട്.
അപ്പോ ജാസ്മിൻ ഫ്ലവറിന് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ കുറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. അത് മാത്രമല്ല റോസ് ഫ്ലവറിനെ അവരെ കളിയാക്കും. നിറയെ മുള്ളാണെന്ന് പറഞ്ഞിട്ട്, കാണാൻ ഭംഗിയില്ല, ചെടിയിൽ മുഴുവൻ മുള്ളാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കുമായിരുന്നു. പിന്നെ എന്താ അതിനടുത്തൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, കുട്ടികൾ കളിക്കും. ഒരു ദിവസം പന്ത് ഈ ഗാർഡനിലേക്ക് വീണു. അപ്പൊ അവര് പന്തെടുക്കാൻ വന്നപ്പോഴാണ് പൂക്കള് കണ്ടത്. കുട്ടികളല്ലേ, സ്വാഭാവികമായിട്ട് ഒരു പ്ലക്ക് ചെയ്യും, പൂക്കള് പറിച്ചെടുക്കാൻ നോക്കും. അവര് റോസ് ഫ്ലവറിന്റെ കളർ കണ്ടുകൊണ്ട് അതെടുക്കാനായിട്ട് ചെന്നപ്പോ മുള്ളു കൊണ്ടു. സോ അവര് റോസ് ഫ്ലവർ എടുത്തില്ല, അതിന് പകരം ജാസ്മിൻ ഫ്ലവർ നിറയെ ചുമ്മാ പറിച്ചെടുത്തു. അപ്പോ ജാസ്മിൻ ഫ്ലവറിന് മനസ്സിലായി ഫ്ലോസ് എന്ന് പറയുന്നത് ഈ മുള്ളുള്ളതെന്ന് പറഞ്ഞാൽ റോസിന്റെ ഒരു കുറവായിട്ടല്ലേ ജാസ്മിൻ പറഞ്ഞത്. ആ മുള്ള് അതിന് മദർ നേച്ചർ കൊടുത്തിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് മനസ്സിലായി. അതോടുകൂടി അഹങ്കാരം മാറി, പിന്നെ കളിയാക്കാറില്ല. അങ്ങനെ പറഞ്ഞിട്ടൊരു സ്റ്റോറിയാണ് ഞാൻ കമ്പാരിസൺ സ്റ്റോറി ആയിട്ട് എഴുതിയത്. കാറ്റസിന്റെയും റോസിന്റെയും സ്റ്റോറി ഉള്ളതുപോലെ അല്ലേ? അതേതാ സ്റ്റോറി? ഞാൻ കേട്ടിട്ടില്ല. അത് നമ്മളൊരു റോസ് ഫ്ലവറിന് അഹങ്കാരത്തില് ഭയങ്കര ജാടയായിരുന്നു, ഭയങ്കര ഭംഗിയായതാന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റസ് ആണ് ലാസ്റ്റ് വാട്ടർ കൊടുത്തിട്ട് രക്ഷിക്കുന്നത്. കാറ്റസിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് മുള്ളാണെങ്കിലും ഭംഗിയില്ലെങ്കിലും അത് വാട്ടർ സ്റ്റോർ ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലത്തെ നല്ല ക്വാളിറ്റി വെച്ചിട്ടോ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാം അല്ലേ? അതെ, അത് ചെയ്യാം. അപ്പൊ അതിലൊരു ബിയും അല്ല സോറി സി ആൻഡ് ഡി പറഞ്ഞില്ലല്ലോ. ഞാൻ എന്റെ റെക്കോർഡിന്റെ ഓർഡറിൽ പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ. യെസ് പറയാം. പിന്നെ ഈ തന്നിരിക്കുന്ന സ്റ്റോറീസ് അതേ ഓർഡറിൽ തന്നെ എഴുതണം എന്നില്ല. കാരണം എന്താ വെച്ചാൽ സ്റ്റോറി അല്ലേ, നമുക്ക് ചിലപ്പോൾ ചില സ്റ്റോറിയെ കുറിച്ച് ഇപ്പൊ സ്റ്റോറി സോങ് അവിടെ കൊടുത്തിട്ടുണ്ട് ജി, പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് അതാണെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം, എന്നിട്ട് അടുത്തയിലേക്ക് പോയാലും മതി. ഓക്കെ, അപ്പൊ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഈ സ്റ്റോറീസിന്റെ ഓർഡർ എങ്ങനെയും എഴുതാം. കണ്ടന്റ് എല്ലാം വരണം എന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുവാണ് അഡീഷണൽ ആയിട്ട് സ്റ്റോറി എഴുതണം, മനസ്സിലൊരു സ്റ്റോറി വന്നു, അങ്ങനെയും എഴുതാം. ഓക്കെ, അപ്പൊ അടുത്ത പിക്ചോറിയൽ സ്റ്റോറി. പിക്ചോറിയൽ സ്റ്റോറി പല രീതിയിൽ എഴുതാം. പല രീതിയിൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ ഇങ്ങനെ കഥകൾ. ഇപ്പൊ ക്യാറ്റിന്റെയും റാറ്റിന്റെയും ഒക്കെ കഥയാണെങ്കിൽ ക്യാറ്റ് എന്ന് എഴുതേണ്ട ഭാഗത്ത് ക്യാറ്റിന്റെ പിക്ചർ ഒട്ടിക്കുന്നു, റാറ്റ് എന്ന സ്റ്റോറിയിൽ വരുന്ന ഭാഗത്തെല്ലാം റാറ്റിന്റെ പിക്ചർ ഒട്ടിക്കുന്നു, ചീസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മീറ്റിന്റെ പീസ് അങ്ങനെ അതിന്റെ പിക്ചർ ഒട്ടിക്കുന്നു. അങ്ങനെ രീതിയിൽ നമുക്ക് പിക്ചോറിയൽ സ്റ്റോറി എഴുതാം. ദാറ്റ് ഇസ് വൺ മെത്തേഡ് ഞാൻ ചെയ്തത്. പക്ഷെ ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? അതായത് ക്യാരക്ടർ ഉണ്ടോ ആ ക്യാരക്ടർ എഴുതുന്നതിന് പകരം അതിന്റെ പിക്ചർ ഒട്ടിക്കുക. അപ്പൊ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അപ്പൊ കുട്ടികൾക്ക് ഞാൻ എന്താ വിചാരിച്ചറിയോ, പിക്ചർ ഒട്ടിച്ചിട്ട് അതിന്റെ ഇപ്പുറത്ത് സ്റ്റോറി അങ്ങനെയാ വിചാരിച്ചത്. ടീച്ചർ പറഞ്ഞപ്പോൾ മനസ്സിലായത്. ഞാൻ ചെയ്ത പിക്ചോറിയൽ സ്റ്റോറി പക്ഷെ വേറെ രീതിയിലായിരുന്നു. അതില് കുറെ സ്റ്റേറ്റ്മെന്റിനേക്കാൾ കൂടുതൽ പിക്ചർ ആയിരുന്നു. ഇങ്ങനെ പിക്ചർ കൂടുതലും ഇങ്ങനെ ഓരോ പിക്ചറിനെ കളിക്കുടുക്കയിലും മിന്നാമിനിയിലൊക്കെ കാണാറുണ്ട് അതുപോലുള്ള സ്റ്റോറി. ആ രീതിയിലാണ്. അപ്പൊ എന്റെ സ്റ്റോറിയിൽ നിറയെ കുറെ പിക്ചറും അതിന് ഓരോ പിക്ചറിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഇങ്ങനെ ആവുമ്പോ ഈ ഒരു സ്റ്റോറിക്ക് തന്നെ കുറെ പേജസ് വേണ്ടി വരും ടീച്ചർ? വേണ്ടി വരും. എനിക്ക് കുറെ പേജ്. ടീച്ചറിന് എത്ര പേജ് വേണ്ടി വന്നു ഇത് എഴുതാനായിട്ട്? വലിയ പിക്ചർ ആയതുകൊണ്ട് ചോദിച്ചാണ്. 5 പേജ് വേണ്ടി വന്നു. പക്ഷെ അത് ചെറിയ സ്റ്റോറി തന്നെയാണ് അല്ലേ? പിക്ചർ വരച്ചത് കൊണ്ട് തന്നെയാണല്ലേ ഇത് ഇങ്ങനെ വലുതുപോലെ തോന്നുന്നത്? ഇത് ഇങ്ങനത്തെ പിക്ചോറിയൽ സ്റ്റോറി വേണമെങ്കിൽ നിങ്ങൾക്ക് അതും അഡോപ്റ്റ് ചെയ്യാട്ടോ. കാരണം വെച്ചാൽ ഞാനിത് കുട്ടികളുടെ ടെക്സ്റ്റിൽ നിന്ന് എടുത്തതായിരുന്നു. കാരണം പിക്ചർ വേണമല്ലോ. അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കി എഴുതാൻ പോന്നു. എന്ത് നോക്കി എഴുതാനോ സന? സ്റ്റോറി മിസ് ഇപ്പൊ പറഞ്ഞല്ലോ അല്ലെ, അത് നോക്കി എഴുതാലോ. ഇങ്ങനെ ബുക്കിലൊക്കെ ഉള്ളത് നോക്കി എല്ലാ എഴുതാമോ? സ്റ്റോറിയും അങ്ങനെ ചെയ്യരുത്. ആകെ ഇപ്പൊ പറഞ്ഞതില് ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി മാത്രമാണ് വേറെ ആരെങ്കിലും എഴുതി വെച്ച സ്റ്റോറി നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ 1 2 കൂടി ഇനി വരുന്നുണ്ട്.
അതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ തന്നെ എഴുതണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മങ്കിയെ ഒരാള് മങ്കി കൊണ്ട് കളിപ്പിച്ച് കാശ് വാങ്ങുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അങ്ങനെ ആ മങ്കിയെ വല്ലാതെ ഉപദ്രവിക്കുന്നു, ഇഞ്ചുറി പറ്റിയ മങ്കിയായിരുന്നു. ഇത് കുട്ടികൾ കണ്ടുകൊണ്ട് അവരിടപെട്ട് ആ മങ്കിയെ അവര് രക്ഷപ്പെടുത്തുന്നതും അവസാനം അയാളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതും ഒക്കെ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. അവിടെയും മോറലുണ്ടല്ലോ, പെറ്റ്സിനോടും ജീവികളോടെല്ലാരോടും നല്ല രീതിയിൽ പെരുമാറണം. അങ്ങനെ എല്ലാ സ്റ്റോറിയിൽ നിന്നും നമ്മളുടെ കുട്ടികൾക്ക് മോറൽ കിട്ടണം. തെന്നാലിരാമന്റെ ഇതിനകത്ത് ഹോണസ്റ്റി അതായിരുന്നു വന്നൊരു മോറല്. അപ്പൊ അങ്ങനെ കുട്ടികൾക്കൊരു മോറൽ വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള സ്റ്റോറീസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ എങ്ങനെ എഴുതണ്ടേ? ചെറിയ ചെറിയ ഓരോ പിക്ചർ ഇട്ടിട്ട് എഴുതണോ? അതെങ്ങനെ കുറച്ച് വലിയ പിക്ചർ ഇട്ടിട്ട് ഓരോ സെന്റൻസ് എഴുതണം? രണ്ട് രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ. പിക്ചർ കൂടുതൽ വന്നിട്ട് ഓരോ പിക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഇപ്പൊ ഇതിന് ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത് ഈ മനുഷ്യൻ അവസാനം കാര്യങ്ങൾ മനസ്സിലാക്കി തെറ്റ് മനസ്സിലാക്കിയപ്പോ കുട്ടികൾ എല്ലാരും കൂടെ അയാളുടെ ചുറ്റും നിൽക്കുന്നതാണ്. The man did as he was told. These children have taught me a lesson. I will never be cruel to animals again. അയാൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ആ പിക്ചറും കണ്ട് ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോ ചിൽഡ്രൻ വെയർ വെരി ഹാപ്പി, കുട്ടികളൊക്കെ ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്നതാണ് ആ പിക്ചറിൽ കാണുന്നത്. അങ്ങനെ ആ രീതിയിലാണ് ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ തന്നെ ഞങ്ങൾ എഴുതിക്കോട്ടെ ടീച്ചറെ, അതല്ലേ നല്ലത്. എഴുതിക്കോളൂ. കുറച്ചു മുമ്പ് പറഞ്ഞ രീതിയിലും ചെയ്യാം. അതാകുമ്പോ സിമ്പിൾ സ്റ്റോറി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. റാറ്റ്, ക്യാറ്റ്, അങ്ങനെ ഡോഗ് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും അതിന് പകരം പിക്ചർ വെച്ചാൽ മതി, എഴുതണ്ട. കുട്ടികൾ പിക്ചർ ഐഡന്റിഫൈ ചെയ്ത് സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ നമ്മള് സ്റ്റോറിയിൽ ഫുള്ള് ഇങ്ങനെ ക്യാറ്റ് ഡോഗ് ഒന്നും കൂടുതൽ വരില്ലല്ലോ. അത് പിന്നെ അതിന് പകരമായിട്ട് പ്രോണൗണൊക്കെയല്ലേ ഉപയോഗിക്കുക. അപ്പൊ ഇങ്ങനെ പിക്ചർ അധികം വരില്ലല്ലോ. ഇവിടെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇമാജിനേഷനും ഒക്കെ വരേണ്ടത്. ഓക്കെ, കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ സഫിയ. LKG UKG കുട്ടികളുടെ ഇംഗ്ലീഷ് ബുക്കിലുണ്ട് ഇഷ്ടംമാതിരി. അത് പറ്റില്ല, അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടേതായ രീതിയിലൊരു തയ്യാറാക്കുക. പിക്ചർ ഒട്ടിക്കരുത്. നാലാമത്തെ ഇല്ലേ നൊമാഡ് സ്റ്റോറി. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, പക്ഷെ വേണമെങ്കിൽ തന്നെ എഴുതാം. ഓപ്ഷൻ ആണ് കേട്ടോ. അതായത് നാടോടി കഥകളില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ നൊമാഡ് സ്റ്റോറി ആയിട്ട് എഴുതിയത് നൊമാഡായ ഒരു പെൺകുട്ടിയുടെ കഥയായിട്ടാണ് എഴുതിയത്. അത് ക്രിയേറ്റ് ചെയ്തതാ. നൊമാഡ് സ്റ്റോറി ആയിട്ട് എഴുതിയത് അങ്ങനെയായിരുന്നു. നൊമാഡായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥയായിട്ടാണ്. അല്ലാതെ നാടോടി കഥകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ കേട്ടിട്ടില്ലേ, ചൈനീസ് നാടോടി കഥകൾ, ജാപ്പനീസ് നാടോടി കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് അങ്ങനെയും എടുത്ത് നാടോടികളാണ് നൊമാഡ് എന്ന് പറഞ്ഞാൽ. എന്തോ ആണോ വിചാരിച്ചു. അപ്പൊ നൊമാഡ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നാടോടി കഥകളാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. അപ്പൊ ഞാൻ സെക്കൻഡ് പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി സ്റ്റോറിയും ഇതുപോലെ തന്നെ എവിടെയെങ്കിലും ഉള്ളത് നമുക്ക് കോപ്പി ചെയ്യാം. നൊമാഡ് സ്റ്റോറി എടുക്കാം, പക്ഷെ ഞാൻ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. ഞാൻ ക്രിയേറ്റ് ചെയ്ത വേറൊന്നുമില്ല, നൊമാഡായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ നൊമാഡ് സ്റ്റോറി എഴുതിയത്. അങ്ങനെ തന്നെയാണോ നാടോടി കഥ എഴുതണ്ടെന്ന് വെച്ചാൽ അതും അറിയില്ല കേട്ടോ. ഞാൻ എഴുതിയ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുട്ടിയുടെ പേരെന്തായിരുന്നു, ഹീനയോ ഒരു പേരായിരുന്നു. ഞാൻ ഓർഡറിലല്ല എഴുതിയത്, ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. കൈൻഡ് ഹീര, ഹീര എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. നൊമാഡാണ്. ഹീരയും ഹീരയുടെ പാരന്റ്സും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അവര് ഈ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ചില ഇങ്ങനെ ലാടവൈദ്യം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മെഡിസിൻസ് ഒക്കെ ആയിട്ട് ബാഗില് അതും ക്യാരി ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടെ വിറ്റു. ഫുൾ വിറ്റ് കഴിയുമ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതാണ് പിക്ചർ. അങ്ങനെ ഒരു ദിവസം ഒരു വില്ലേജിലൂടെ പോകുമ്പോഴോ ഹീരയ്ക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു. അവളൊരു വീട് കണ്ടു. ആ വീട്ടിലേക്ക് അവള് ചെന്നു. റിച്ചായിട്ടുള്ള ഒരാൾക്കാരുടെ വീടാണ്. അവിടെ ഒരു ലേഡി ഇരിക്കുന്നുണ്ടായിരുന്നു. വെള്ളം ചോദിച്ചു. വെള്ളം ചോദിച്ചപ്പോ ആ ലേഡി വെള്ളം കൊടുത്തില്ല. അവൾ അവിടുന്ന് ഓടിച്ചു. കാരണം നാടോടിയായിട്ട് നടക്കുന്നതല്ലേ, അതായത് അങ്ങനെ ഓടിച്ചു. ഹീരയ്ക്ക് പെട്ടെന്ന് വിഷമം വന്നു. പക്ഷെ എന്നാലും അവള് പെട്ടെന്ന് തന്നെ മനസ്സ് കൺട്രോൾ ചെയ്ത് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഓക്കെ, അവൾ അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൾ അവളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെല് ചെയ്യാനായിട്ട് മെഡിസിൻസും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സെല് ചെയ്തിട്ട് ഇവള് തിരിച്ചു വരുമ്പോ ഇതേ വീടിന്റെ ഫ്രണ്ടിലൂടെ വരുവാണ്. അങ്ങനെ വരുമ്പോഴേക്കും അവള് കാണുന്നത് എന്താന്ന് വെച്ചാൽ ആ വീടിന്റെ മുറ്റത്ത് ഒരു കുളം ഉണ്ടായിരുന്നു. ആ ലേഡിയുടെ വീടിന്റെ അടുത്ത്. ഹീര അവിടെ എത്തിയപ്പോ അവള് കാണുന്നത് ഒരു പെൺകുട്ടി ആ കുളത്തിൽ ഇങ്ങനെ
മുങ്ങി മുങ്ങി പോവാണ്. ഈ ലേഡി നിന്ന് കരയുന്നുണ്ട്, ഉറക്ക കരയണു. ആരെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ട് കിടന്ന് അലറി വിളിക്കുക. അപ്പോഴാണ് ഹീര അതിലെ പാസ് ചെയ്യുന്നത്. അവൾ ഒന്നും ചിന്തിച്ചില്ല, വേഗം തന്നെ കുളത്തിലേക്ക് ചാടി ഈ കൊച്ചു പെൺകുട്ടിയെ രക്ഷിക്കുകയാണ്. അപ്പോഴേക്ക് ആ ലേഡിക്ക് ഭയങ്കര ആശ്വാസമായി. അവർക്ക് കുറ്റബോധവും തോന്നുവാണ് ആ ലേഡിക്ക്. അവർ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവൾക്ക് നിറയെ ഭക്ഷണവും ഒക്കെ കൊടുത്തു. ഹീര എന്ത് ചെയ്തു, അവർക്ക് കുറെ ഡ്രൈ ഫ്രൂട്ട്സും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തിരിച്ചു കൊടുത്തു. അങ്ങനെ ഒരു റിട്ടേൺ ഗിഫ്റ്റ് പോലെ അതെല്ലാം തിരിച്ചു കൊടുത്തു. അവള് തിരിച്ച് അവളുടെ വീട്ടിലേക്ക്, അവളുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നു. ഇതായിരുന്നു ഞാൻ എഴുതിയ ഒരു നൊമാഡ് സ്റ്റോറി. ആക്ച്വലി ഇതിലെ ക്യാരക്ടറേ നൊമാഡ് ഉള്ളൂ. ഇത് നാടോടി കഥയാണെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ. സോ കൈൻഡ് ഹീര എന്നായിരുന്നു എന്റെ സ്റ്റോറിയുടെ പേര്. ഓക്കെ, ടീച്ചർ സ്വയമായിട്ട് ഉണ്ടാക്കിയതാ? അതെ. ഓക്കെ, നെക്സ്റ്റ് അടുത്തേതായിരുന്നു? നൊമാഡ് സ്റ്റോറി പറഞ്ഞു, കമ്പാരിസൺ സ്റ്റോറി പറഞ്ഞു, ലോങ് സ്റ്റോറി. അപ്പൊ ഇപ്പൊ എഴുതിയ പറഞ്ഞ കഥകളെല്ലാം 2 പാരഗ്രാഫ്സ്, ഒരു പേജിൽ നിൽക്കുന്ന ഒരു കഥയായിരുന്നു. കുറച്ചുകൂടെ നീണ്ട കഥ എന്നുള്ള രീതിയിൽ ലോങ് സ്റ്റോറി. ലോങ് സ്റ്റോറി ഞാൻ എന്താ എഴുതിയത്? ലോങ് സ്റ്റോറി ഒരു കുട്ടിയും ആ കുട്ടിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു പെറ്റും, അതായിരുന്നു ഒരു പൂച്ച, ഒരു കിച്ചനെ വഴിയിൽ നിന്ന് കിട്ടുന്നു, കിച്ചനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതാണ് ലോങ് സ്റ്റോറി ആയിട്ട് എഴുതിയത്. മീന ആൻഡ് ഹെയർ പെറ്റ്, അങ്ങനെയായിരുന്നു ലോങ് സ്റ്റോറി എഴുതിയത്. പാവപ്പെട്ട വീട്ടിലൊരു കുട്ടിയായിരുന്നു. എത്ര പേജ് എഴുതി ടീച്ചറെ? വലിയ ആദ്യത്തെ സ്റ്റോറികളെല്ലാം തന്നെ ഒരു പേജിൽ നിന്നും, രണ്ടാമത്തത് ഒരു 2 പേജിൽ, ഇത് 2 പേജിൽ നിന്നും, അത്രേ ഉള്ളൂ. വലിയ ലോങ് ഒന്നും അല്ല. മിക്കപ്പോഴേക്കും എന്റെ കണ്ടന്റ് ഒക്കെ തീർന്നു. അപ്പൊ അത് അവൾക്ക് വഴിയിൽ നിന്ന് കിട്ടുന്നതും അതിനെ അവളെ ശുശ്രൂഷിച്ച് വീട്ടിൽ കൊണ്ടുപോയി വളർത്തുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ പാലൊക്കെ കൊടുത്ത് അവള് വളർത്തുന്നു. അവള് സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ വരെ വരും, അവള് തിരിച്ച് ഇറങ്ങുമ്പോൾ സ്കൂളിന്റെ അവിടെ നിൽക്കും. ഇതൊക്കെ ഈ റിലേറ്റഡ് കഥയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം ഇതിനെ കാണാതെ ആവുന്നു. അങ്ങനെ അവള് കുറേ ദിവസം അന്വേഷിച്ച് കുറെ നടന്നു. പല ദിവസങ്ങളായിട്ടും ഇവളുടെ കിച്ചൺ തിരിച്ചു വന്നില്ല. പിന്നെ ഒരു ദിവസം ഉള്ള സ്കൂളിൽ തിരിച്ചു വരുമ്പോഴേക്കും ഇവളുടെ കിച്ചണിന്റെ കരച്ചിൽ കേൾക്കുക. അവള് ചെന്ന് നോക്കുമ്പോഴേക്കും വലിയൊരു അമ്മപ്പൂച്ചയുടെ അടുത്ത് ഈ കിച്ചൺ നിൽക്കുന്നു. അതിന്റെ അമ്മയായിരിക്കാം. വളരെ വൂണ്ടഡ് ആയിട്ടുള്ള ഒരു അമ്മപ്പൂച്ച. അവള് പിന്നെ വീട്ടിൽ പോയി പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് വന്നു. അവർ ആ പൂച്ചയെ എടുത്തുകൊണ്ട് പോയി. 2 അമ്മയും കുഞ്ഞിനെയും കൊണ്ടുപോയി. അമ്മയ്ക്ക് മുറിവൊക്കെ വെച്ച് കെട്ടി. പിന്നെ 2 ക്യാറ്റ്സും ഇവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു സ്റ്റോറി. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ, അതാണ് ഇത്ര ഇങ്ങനെ വന്നത്. ഇതൊക്കെ ഞങ്ങള് പേര് മാറ്റി അങ്ങ് എഴുതിക്കോളാം. ആലോചിക്ക്, കിട്ടും. ഇത് എത്രയോ പേര് അയ്യോ ഹൗക്കുഡായി എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല സ്റ്റോറി എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നു. മൈവ സമയത്ത് ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റോറി ചോദിക്കും. ഇപ്പൊ എത്ര രസമായിട്ടാ ഓരോ കഥ അവര് പറഞ്ഞത്. ഇവരൊക്കെ തന്നെയാണ് ആദ്യം പറഞ്ഞത്. സ്റ്റോറി നമ്മളപ്പോ നോക്കി വായിച്ചാ പോരെ മാം? മതി. മൈവ ടൈമിൽ ഒരുപാട് സ്റ്റോറി ഉണ്ടാവല്ലോ. ജിഷന്റെ നിന്റെ അടുത്തൊക്കെ മേടിക്കാതിരിക്കുകയാണ്. മലയാളം സ്റ്റോറി മേടിച്ചാൽ അതിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതിയല്ലോ. മലയാളം വേണേ എത്ര വേണേലും തരാം, ഇംഗ്ലീഷ് മാത്രം ചോദിക്കരുത്. നെക്സ്റ്റ് സ്റ്റോറി സോങ് ആണ്. സ്റ്റോറി തന്നെ, പക്ഷെ അതൊരു സോങ്ങിന്റെ രൂപത്തില്. എന്റെ സ്റ്റോറി സോങ് എന്ന് പറഞ്ഞാൽ സിംഗിങ് പാരറ്റ് ആയിരുന്നു. അത് once a farmer got a parrot, he put it in a cage. The parrot sang all the time, make me free, I wish to fly high. The farmer said, no, you sang for me. One day the farmer sleeping under the tree, then a snake came near to him. The parrot sang, wake up, snake is coming near to you. Farmer woke up suddenly and got inside his home. He thanked the parrot and let her free. She sang, I wish to fly high. സ്റ്റോറി സോങ് ആയിട്ട് എഴുതിയത്. അപ്പൊ അതുപോലെ ഒരു സോങ് എന്നുള്ള രീതിയിൽ അതിലൊരു സ്റ്റോറി ഉണ്ടായിരിക്കും. അത് എഴുതാം. അതിനെ പിക്ചർ ഒട്ടിക്കണം കേട്ടോ. പിക്ചർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ്. ഇതൊക്കെ കുട്ടികള് വരച്ചു തന്നതാ, ഈ പാരറ്റിനെയൊക്കെ.
സയന്റിഫിക് നോളജ് തരുന്ന സ്റ്റോറി, ഇതും നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, ഏതെങ്കിലും ഒക്കെ സ്റ്റോറിയിൽ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, സയന്റിഫിക് സ്റ്റോറി ഞാൻ ഓർഡർ തന്നെ. സ്റ്റോറി ദാറ്റ് ഗീവ് സയന്റിഫിക് നോളജ്. ഇത് ഞാൻ എഴുതിയത് എൻ്റെ കുട്ടികളുടെ മലയാളം ടെക്സ്റ്റില് ഈ എക്സ്റേ കണ്ടുപിടിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, റോൺജൻ. അപ്പൊ മലയാളമായിരുന്നു, ഞാൻ അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് മാത്രം, അൺനോൺ റേ എന്ന് പറഞ്ഞത്. ഇതും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോറി ഉള്ളത് എടുക്കാം, സയന്റിഫിക് നോളജ് തരുന്ന രീതിയിൽ. അതിപ്പോ ഏത് വേണമെങ്കിലും ആക്കാം. അതിപ്പോ എക്സ്റേ കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ എഴുതിയത്. റോൺജന്റെ ഒരു പിക്ചർ പ്രിന്റ് ഔട്ട് എടുത്തു. നെക്സ്റ്റ് വൺ സ്റ്റോറി സോങ് കഴിഞ്ഞു, സയന്റിഫിക് നോളജ്. ഓക്കെ, മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, അതും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഈ പറഞ്ഞതിൽ ഹിസ്റ്റോറിക്കൽ ഒരു മിത്തോളജി സ്റ്റോറി നിങ്ങൾക്ക് ഏതെങ്കിലും കഥ എടുക്കാം. അതുപോലെ നൊമാഡ് സ്റ്റോറിയും എടുക്കാം, അല്ലെങ്കിൽ തന്നെ എഴുതാം, കുഴപ്പമില്ല. പിന്നെ സയന്റിഫിക് നോളജ് വരുന്ന സ്റ്റോറി നമുക്ക് ഏതെങ്കിലും സ്റ്റോറി എടുക്കാം. പിന്നെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, അതും എടുക്കാം. ഓക്കെ, ബാക്കിയെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയത് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ചായിരുന്നു. അതും കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിലുണ്ടായിരുന്നു. ഒരു തുള്ളി വെള്ളം അങ്ങനെ എന്തോ പറഞ്ഞിട്ടായിരുന്നു തോന്നുന്നു അതിന് മലയാളത്തില് കഥയുടെ പേര്. 1 ഡ്രോപ്പ് വാട്ടർ എന്നും പറഞ്ഞിട്ട്. ഇത് കുഞ്ഞായിരുന്നു, അംബേദ്കർ കുഞ്ഞായിരുന്ന സമയത്ത് സ്കൂളിൽ ഭയങ്കര ചൂടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പം വെള്ളം, പല വാട്ടർ സോഴ്സസും എല്ലാം വറ്റിക്കൊണ്ടിരിക്കുക. അംബേദ്കർ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ദാഹിച്ചു. അപ്പോ അവിടെ ഒരു പബ്ലിക് വെല്ലിൽ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ വേഗം തന്നെ അവിടെ ചെന്ന് ഇത് വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് വരുമ്പോ നാട്ടുകാര് വടിയൊക്കെ ആയിട്ട് വരും ഇവനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവനൊരു ലോ കാസ്റ്റിലുള്ള ആളാണ്. ഇത് ആ കിണറിൽ തൊട്ടു എന്നും പറഞ്ഞിട്ട്, അന്നൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അൺടച്ചബിലിറ്റി. തൊട്ടു എന്ന് പറഞ്ഞിട്ട് ഇവനെ ഉപദ്രവിക്കാനായിട്ട് വടിയായിട്ട് ഇവനെ പുറകെ വന്നു. കുട്ടി വല്ലാതെ പേടിച്ചു. അവൻ ഓടി, വല്ലാണ്ട് ദാഹിച്ച് അത്രയും വലഞ്ഞു വന്ന അവനാണ് ഉപദ്രവിക്കാൻ വന്നത്. സോ അവൻ ഓടി എവിടെയോ പോയിരുന്നു. അവന് ഭയങ്കര വിഷമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ രീതി ഞാൻ എന്തായാലും മാറ്റും. അന്ന് അവൻ ഒരു ഓത്തെടുക്കുന്ന പോലെ, ഒരു പ്രതിജ്ഞ എടുക്കുന്ന പോലെ വിചാരിച്ചു. അങ്ങനെ അവൻ ഭയങ്കര വിഷമം തോന്നി. ഇതൊരു ക്രൂവലാണ്, ഇൻജസ്റ്റിസ് ആണ്. ഐ വിൽ ഡെഫിനറ്റ്ലി ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ് ആൻഡ് വിൽ ചേഞ്ച് ഇറ്റ് ഫോർ എവർ എന്ന് അന്ന് അവൻ മനസ്സിൽ വിചാരിച്ചു. Who was that brave boy? He who fought for the development of poor people, and when India got independent, he made the Indian Constitution. That is Dr. Bhimrao Ramji Ambedkar. അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റോറി എൻഡ് ചെയ്തിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനെയുള്ള സൂപ്പർ ഹീറോസോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് അങ്ങനെയുള്ള ആരുടെയെങ്കിലും ഒരു കഥ എടുക്കും. ഓക്കെ, പറഞ്ഞതിൽ എടുക്കാൻ പറ്റുന്ന ഹിസ്റ്റോറിക്കൽ ആൻഡ് മിത്തോളജി സ്റ്റോറി, ന്യൂമാർട്ട് സ്റ്റോറി വേണമെങ്കിലാകാം. പിന്നെ സയന്റിഫിക് നോളജ് തരുന്ന സ്റ്റോറി നമുക്ക് എടുക്കാം. മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ, അതും എടുക്കാം. ബാക്കിയെല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സ്റ്റോറീസ് അബൌട്ട് അനിമൽസ് ആൻഡ് ബേർഡ്സ്, അത് എളുപ്പമല്ലേ? ഏതെങ്കിലുമൊക്കെ അനിമൽ ക്യാരക്ടേഴ്സ് ഉണ്ടായാൽ മതി. അതിനകത്ത് ബേർഡോ അനിമൽസോ ഒക്കെ ഉണ്ടായാൽ മതി, നമുക്കൊരു സ്റ്റോറി ആകും. ഞാൻ എഴുതിയ സ്റ്റോറിയിൽ ഒരു ക്രോ, ഒരു ഡീർ, ഒരു സ്നേക്ക്, ഒരു ഫ്രണ്ട്സ് ആയ ഒരു കഥ ആയിരുന്നു എഴുതിയത്. അതൊരു ചെറിയ സ്റ്റോറിയാട്ടോ. അത് എഴുതാലോ? ക്യാരക്ടേഴ്സ്, അനിമൽസ്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറിക്ക് പേര് കൊടുത്തു. ക്രോ ഉണ്ട്, ഡീർ ഉണ്ട്. ഇവര് തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ക്രോ താമസിക്കുന്ന മരത്തിന്റെ താഴെയായിട്ട് ഈ ഡിയറും ഒരു ചെറിയൊരു ഇതുപോലെയുണ്ട്, അതിനകത്ത് താമസിക്കും. ഭയങ്കര കെയറിങ്, എപ്പോഴും വൈകുന്നേരം സംസാരിക്കാനൊക്കെ ആയിട്ട് വരും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി. ഒരു ദിവസം നോക്കുമ്പോ അവരൊരു ചെറിയൊരു സ്നേക്ക് ഇങ്ങനെ ഏതോ ഈഗിളിന്റെ ക്ലോസിൽ നിന്ന് ഇങ്ങനെ താഴെ വീണു. നോക്കുമ്പോ ഫുൾ മുറിവാണ്. ആ ഒരു കൊച്ചു സ്നേക്കായിരുന്നു, നിറയെ മുറിവുണ്ട്. ഇത് കണ്ടുപിടിക്കും. ഭയങ്കരമായിട്ട് അത് പെയിൻ കൊണ്ട് വല്ലാണ്ട് വിഷമിക്കണം.
അങ്ങനെ ഈ ക്രോവിനും ഡീറിനും ഭയങ്കര വിഷമം തോന്നി. അവർ വേഗം തന്നെ സ്നേക്കിനെ എടുത്തുകൊണ്ട് പോയി അതിന് വോണ്ടിന് വേണ്ടുന്നതെല്ലാം ചെയ്തു. പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ അവര് ആ സ്നേക്കിനെ ശുശ്രൂഷിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വൂണ്ടെല്ലാം ഉണങ്ങി, അതെല്ലാം ശരിയായി വന്നു. അത് ക്രോവിനും അതുപോലെ തന്നെ ഡിയറിനും താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ അവർ ഒരുമിച്ച് ഒരേ സ്ഥലത്ത് തന്നെ താമസിക്കാനായിട്ട് തുടങ്ങി. അവർ ഭയങ്കര ഫ്രണ്ട്സ് ആയി. അങ്ങനെയുള്ള ഒരു കഥയാണ്. മെസ്സേജ് കുട്ടികളിലേക്ക് ചെല്ലണം, അതാണ് പല സ്റ്റോറിയുടെയും ഉദ്ദേശം. പിന്നെ എനി അതർ സ്റ്റോറി, എന്തെങ്കിലും സ്റ്റോറി. ഇപ്പൊ ഇതിപ്പോ വെച്ചാൽ ഓരോരോ തീം പറഞ്ഞേക്കുമല്ലേ. ഇങ്ങനെയല്ല, നിങ്ങൾക്ക് തോന്നുവാണ് എന്റെ കയ്യിൽ വേറൊരു സ്റ്റോറി ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരു സ്റ്റോറി എഴുതണം, അങ്ങനെ തോന്നുവാണെങ്കിൽ അതുപോലെ ഒരു സ്റ്റോറി എഴുതാം. ഞാൻ കുട്ടികളുടെ EVS എനിക്ക് കിട്ടിയ ഒരു പിക്ചറാണ് ഇത്. ഈ ക്രോപ്സ് എങ്ങനെയാണ് വിളവെടുക്കുന്നത്, അതിന്റെ സ്റ്റെപ്സ്, അതാണ് EVS അവർക്ക് പഠിക്കാനുള്ളത്. പക്ഷെ അത് ഒരു സ്റ്റോറി ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തു. ഹാർഡ് വർക്ക് ആൻഡ് ലക്ക് എന്നായിരുന്നു സ്റ്റോറിക്ക് പേര് കൊടുത്തത്. ഒരു ഓൾഡ് ഫാമർ ഉണ്ടായിരുന്നു ഒരു സ്മോൾ വില്ലേജില്. അയാൾ ഭയങ്കര പുവർ ആയിരുന്നു, പക്ഷെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എല്ലാ ദിവസവും അയാൾ ഈ കൃഷി സ്ഥലത്ത് പോയി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യും. പക്ഷെ എന്നാലും അയാളുടെ ഹാർഡ് വർക്കിനനുസരിച്ച് വലിയ റിസൾട്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടാറില്ല. അയാളുടെ വീട്ടില് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഒരു ദിവസം അയാള് ഈ ഫാമില് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സ് അവിടെ കിട്ടി. അയാൾ ആ ബോക്സ് തുറന്നു നോക്കുവാണ്. തുറന്നു നോക്കിയപ്പോ അതിനകത്തൊരു ചെറിയൊരു നോട്ട് എഴുതി വെച്ചിരിക്കുന്നു. വെയിറ്റ്, ലക്ക് വിൽ കം ടു യു സൂൺ. അതായിരുന്നു ആ നോട്ടിലുണ്ടായിരുന്നത്. അയാൾ വിചാരിച്ചു, ഓ എനിക്ക് എന്റെ ലക്ക് തരാനാ, എന്താ ഇതിന്റെ മീനിങ്. അയാൾ എന്നിട്ട് തിരിച്ച് അയാളുടെ വർക്കിലേക്ക് തന്നെ പോയി. നെക്സ്റ്റ് ഡേ അയാൾ ആ ഒരു ഫീൽഡിൽ വരുമ്പോൾ അയാൾക്ക് വീണ്ടും വേറൊരു ബോക്സ് കിട്ടി. ആ ബോക്സിനകത്ത് നിറയെ വിത്തുകൾ ഉണ്ടായിരുന്നു. ഗോതമ്പിന്റെ നല്ല സ്വർണ്ണ കളറിലുള്ള വിത്തുകൾ. അയാളൊരു ഫാമർ ആണല്ലോ, വിത്ത് കിട്ടിയ ഉടനെ അയാൾ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അയാൾ അവിടെ വിത്തെല്ലാം വിതച്ചു. എല്ലാ ദിവസവും അതിനെ നല്ലപോലെ ടേക്ക് കെയർ ചെയ്തു, വെള്ളം ഒഴിച്ചു, അങ്ങനെ എല്ലാ രീതിയിലും അയാൾ ടേക്ക് കെയർ ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ വിത്തെല്ലാം പൊട്ടി സ്പ്രൗട്ട് ചെയ്തു, മുള വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിറയെ ഗോതമ്പിന്റെ എന്താ പറയാ കതിരുകളും എല്ലാം ആയി. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ എല്ലാത്തിനും നല്ലതുപോലെ നല്ല ഗോൾഡൻ കളറിൽ ആ കതിരൊക്കെ വന്നു. നല്ല പോലെ അത് പാകമായപ്പോഴേക്കും അയാൾ അത് കട്ട് ചെയ്തു. വലിയ വലിയ ചാക്കുകളൊക്കെ ആയിട്ട് അയാൾക്ക് കിട്ടി. കുറേ ചാക്ക് ഗോതമ്പ് കിട്ടുക. അയാൾ അതെല്ലാം കൊണ്ടുപോയി വിറ്റു. അതിൽ നിന്നും അയാൾക്ക് ഇഷ്ടം പോലെ, മോർ ദാൻ ഇനഫ് തന്നെ പറയാം, മണി കിട്ടും. അപ്പൊ അയാൾക്ക് മനസ്സിലായി ആ വന്ന നോട്ടിന്റെ മീനിങ്. വെയിറ്റ്, ലക്ക് വിൽ കം ടു യു സൂൺ എന്ന് പറഞ്ഞിട്ടൊരു നോട്ട് ഉണ്ടല്ലോ, അതിന്റെ മീനിങ് അയാൾക്ക് മനസ്സിലായി. അയാൾ ഭയങ്കര ഹാപ്പിയായി. അയാൾ കിട്ടിയ ഏർണിങ്സിൽ നിന്ന് ഒരു പോർഷൻ പാവങ്ങൾക്കും അതിന് ഡിസേർവ് ചെയ്യുന്ന നീഡി ആയിട്ടുള്ള ആൾക്കാർക്കും കൊടുത്തു. എല്ലാരും അയാളെ താങ്ക് യു പറഞ്ഞു, അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത കാണിച്ചു. അങ്ങനെ ഫാമർ കുറെ കാലം ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഹാപ്പിയായി ജീവിച്ചു. നമുക്ക് എനി അതർ സ്റ്റോറി നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത് കുഞ്ഞുങ്ങളിലേക്ക് ഒരു നല്ല മെസ്സേജ് പോകണം, അതിന് പറ്റുന്ന ഒരു സ്റ്റോറി. ഇത് ആക്ച്വലി EVS എങ്ങനെയാണ് ക്രോപ്സ് അതിന്റെ സ്റ്റെപ്സ് ആയിരുന്നു, പക്ഷെ അത് ഒരു സ്റ്റോറി ആക്കി. ഇതുപോലെ നിങ്ങൾക്ക് പല ഐഡിയ കിട്ടും. ഞാനിത് എങ്ങനെ എഴുതുന്ന വിചാരിച്ചു എഴുതാൻ റെക്കോർഡായിരുന്നു. നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ ഇത് തന്നെ ഏതോ ഒരു ബാച്ചിലെ ട്രെയിനി പറഞ്ഞു, എഴുതാൻ അങ്ങ് ഇരിക്കുമ്പോ എവിടെ നിന്നൊന്നും അറിയില്ല കഥകൾ വരുന്നേന്ന്. വരും, തീർച്ചയായിട്ടും അതൊക്കെ കിട്ടും. ചില പിക്ചേഴ്സ് കാണുമ്പോൾ പിക്ചേഴ്സിന്റെ കണ്ടന്റ് അല്ലാതെ നമ്മളുടെ മനസ്സിൽ നമ്മളുടേതായ ഒരു കഥ വരും. നോക്കൂ, ചുറ്റുപാടും ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യും. തന്നെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഓക്കെ, ഇനി അതാ സ്റ്റോറി അതായിരുന്നു. പിന്നെ അടുത്തത്, ആ സ്റ്റോറി വരെയാണ് നമുക്ക് ഇല്ലിസ്ട്രേഷൻ കറസ്പോണ്ടിങ് പിക്ചേഴ്സ് വേണ്ടത്. അടുത്തതിന് നമുക്ക് പിക്ചേഴ്സ് വേണ്ട. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോവലിന്റെ പിക്ചർ വേണം കേട്ടോ. നോവല്, പിന്നെ ഡ്രാമ, മൈം. ഡ്രാമയ്ക്കും മൈമിനും പിക്ചർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നോവൽ, ഡ്രാമ, മൈം എന്താ വ്യത്യാസം? ജിഷ, ഡ്രാമ എങ്ങനെയായിരിക്കണം?
ഡ്രാമയിൽ നമ്മൾ ഓരോ ക്യാരക്ടറുകളെയും പ്രൊജക്ട് ചെയ്ത് കാണിക്കും. ഓരോ ക്യാരക്ടറിന്റെയും ഡയലോഗുകൾ പ്രസന്റ് ചെയ്തുകൊണ്ടായിരിക്കും നാടകം എന്ന് പറയുന്നത്. നോവൽ എന്ന് പറയുന്നത് ഒരു സ്റ്റോറിയിൽ പല ഘട്ടങ്ങളുണ്ടാവും. അത് ചെറിയൊരു രീതിയിൽ ഒതുക്കാൻ കഴിയാതെ അത് എന്താ പറയാ സ്ട്രക്ചർ ആയിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ സ്റ്റോറിയുടെ ഇത് ചുരുളഴിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കണം എല്ലാവർക്കും. ഞാൻ നോവൽ എഴുതിയപ്പോ ചാപ്റ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, അങ്ങനെ എനിക്ക് 2 ചാപ്റ്റർ എന്റെ നോവൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കുറച്ചുകൂടി നീട്ടാമായിരുന്നു. ഞാൻ എഴുതിയത് 2 കുട്ടികൾ, ടിൻസ് ആണ്, ബോയും ഗേളും ആണ് കേട്ടോ, റീനു റിയാനും. അങ്ങനെ അവരുടെ 2 പേരുടെയും ഒരു അവർ ചെറിയ ക്ലാസ്സിലായി. നമ്മൾ ചെല്ലുന്ന ക്ലാസ് ഏതാണോ ആ ഏജ് ആക്കണം ഇവരെ. നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നറേറ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോ KG കുട്ടികളെയാണോ കിട്ടിയേ, ഇവര് 2 പേരും KG പഠിക്കുന്നവരാ. അങ്ങനെ തന്നെ അപ്പൊ അവർ റിലേറ്റ് ചെയ്യും, കണക്ട് ചെയ്യും. ചിലപ്പോ ഇനി 1ാം ക്ലാസ് ആണോ കിട്ടിയേ, കുട്ടികളെ 1ാം ക്ലാസ്സിൽ, ആ രീതിയിൽ നമ്മൾ പറയണം. അപ്പൊ അങ്ങനെ അവര് പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്നു. അങ്ങനെ ഇവര് ഞാൻ എഴുതിയതിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. 2 പേരും പരസ്പരം നല്ല ലവിങ് കെയറിങ് ആയിരുന്നു. സിബ്ലിങ്സ് ആണ്, ട്വിൻസ് ആണ്. എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും. അവര് 2 പേരും ഒരുമിച്ചിരുന്ന് പഠിക്കും. അങ്ങനെ എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യും പരസ്പരം. അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ കുറെയൊക്കെ എഴുതി. അവരെല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും. അമ്മയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവര് റെഡിയാകും സ്കൂളിലേക്ക്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ ഹോംവർക്ക് എല്ലാം ചെയ്ത് അവർ കളിക്കാനായിട്ട് പോകും. പ്രേയറിന്റെ സമയത്ത് ഫാമിലി മെമ്പേഴ്സ് ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കും. അങ്ങനെ ഒരു രീതിയിലേക്ക് അവരുടെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതാണ് ചാപ്റ്റർ 1 അവരെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ചാപ്റ്റർ 2 നോവലില് ചാപ്റ്റർ 2 വന്നത് ഒരു സാറ്റർഡേ ആയിരുന്നു, കുട്ടികൾക്ക് സ്കൂളില്ലായിരുന്നു. അവര് മുറ്റത്ത് കളിക്കുകയായിരുന്നു. അപ്പൊ അമ്മ കിച്ചണിലാണ്, അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെ റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു മെസ്സേജ് ഇവരിലേക്ക് വരും കേട്ടോ. ഇങ്ങനെ അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നു, അവരെ ഇതിന് കൊണ്ടുപോയിരിക്കുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ വരും. അമ്മ ഇവർക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കുമായിരുന്നു. കുട്ടികൾ പുറത്ത് കളിക്കുവാണല്ലോ, അപ്പൊ പുറത്ത് കൊണ്ടുപോയി കുക്കീസ് കൊടുത്തു. അപ്പൊ അവര് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് കുക്കീസ് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു കാക്ക ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അത് സ്നാച്ച് ചെയ്യാനായിട്ട് നോക്കി. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുഞ്ഞു കൈയല്ലേ, ഈ കാക്കയുടെ ഈ കൊക്ക് കൊണ്ടിട്ട് ആ കുട്ടിയുടെ കൈ മുറിഞ്ഞു. അപ്പൊ പെട്ടെന്ന് സംഭവിച്ചത് കാരണം കുഞ്ഞുങ്ങളെ 2 പേരും പേടിച്ചുപോയി. അവളുടെ കയ്യിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് അവള് അൺകോൺഷ്യസ് ആയി. ആ ഒരു ഷോക്കിൽ അൺകോൺഷ്യസ് ആയി. അമ്മ പെട്ടെന്ന് ഓടി വന്നു. അവര് നെയ്ബറുടെ ഹെൽപ്പോട് കൂടിയിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു നത്തിങ് ടു വറി, ഇപ്പൊ തന്നെ ശരിയാകും. അപ്പൊ ഈ മോൾക്കാ പറ്റിയത്, റീനുവിനാ പറ്റിയത്. റിയാന് ഭയങ്കര സങ്കടം. അവൻ ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അവൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ടെമ്പിൾ പോലെ ഇങ്ങനെ ചെറിയ അല്ലെങ്കിൽ ചർച്ച് പോലത്തെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രേയറിന് വേണ്ടിയിട്ടുള്ളത്, അവിടെ പോയിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യുക. അങ്ങനെ അവളുടെ അടുത്ത് തന്നെ ഇങ്ങനെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾ കണ്ണു തുറന്നപ്പം ഇവനെ കണ്ടു, വേഗം അവനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ അതൊക്കെ സിബ്ലിങ്സ് തമ്മിലുള്ള ഒരു അവരുടെ അടുപ്പം, അവരുടെ സ്നേഹം ഒക്കെ അതൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കഥകൾ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഇവര് തിരിച്ച് വീട്ടിലേക്ക് വന്നു, ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അപ്പൊ അമ്മ കുട്ടികൾക്ക് നല്ല സ്വീറ്റ് ആയിട്ടുള്ള കുക്കീസ് വീണ്ടും ഉണ്ടാക്കി കൊടുത്തു. അവരത് എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്റെ നോവൽ എൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, കുറച്ചുകൂടെ കണ്ടന്റ് ആക്കാം, ഇതിലും കുറച്ചുകൂടെ കണ്ടന്റ് ആക്കാമായിരുന്നു. പക്ഷെ എനിക്ക് ഇത്രയ്ക്ക് കിട്ടുള്ളൂ. നോവൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് ഡ്രാമ. ഡ്രാമയില് ഇതാണ് സീൻ 1, സീൻ 2 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ ഡ്രാമ. അപ്പൊ അതില് എനിക്ക് ഡ്രാമയിൽ എന്റെ സീൻ 1 സീൻ 2 എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് വീടാണെങ്കിൽ ഒന്ന് പാർക്ക്, ആ രീതിയിലാണ് ഡ്രാമ. പിന്നെ നമ്മൾ എപ്പോഴും ഡയറക്റ്റ് സ്പീച്ച് അല്ലെ, കോൺവെർസേഷൻ ആണ് ഡ്രാമയിൽ വരുന്നത്. ഈ ഡ്രാമയില് ടീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവളുടെ അച്ഛനും അമ്മയും ഉണ്ട്. വീട്ടിൽ അവർ 3 പേരും മാത്രമേ ഉള്ളൂ. ഈ കോൺവെർസേഷൻ വരുമ്പോഴേക്കും ടീന സീനിൽ കാണുന്നത് ടീനയുടെ വീടാണ്. ടീന ഇങ്ങനെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം. നമ്മൾ ഈ എഴുതുന്നതെല്ലാം സ്റ്റോറി നമുക്ക് നറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഓരോന്ന് നറേറ്റ് ചെയ്തല്ലേ. ഇത് കുട്ടികളെ കൊണ്ട് അഭിനയിപ്പിക്കുകയും ചെയ്യാം. അവരിങ്ങനെ കളിക്കുമായിരുന്നു. പാരന്റ്സ് ഇങ്ങനെ ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു. പാരന്റ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ആദ്യം. മദർ, ലുക്ക്, നോ വൺ ഈസ് ഹിയർ ഫോർ ടീന ടു പ്ലേ, ലെറ്റ്സ് ഗോ ഔട്ട് സംവെയർ എന്ന് അമ്മ പറയൂ. അതാണ് ഡയറക്റ്റ് സ്പീച്ച് ആയിട്ട് കൊടുക്കണം. ഇതുപോലെ
ഇങ്ങനെ എഴുതിയിട്ട് ആണെന്നറിയില്ല. അപ്പൊ മദർ എഴുതിയിട്ട് മദർ പറയുന്ന സെന്റൻസ് ഡയറക്ട്ലി ആ ഒരു ഡയറക്ട് സ്പീച്ച് ആയിട്ടുള്ളത്. അപ്പൊ അച്ഛൻ പറയാണ് എവിടെ പോകും, കാരണം അവര് പുതിയതായിട്ട് വീട് ഷിഫ്റ്റ് ചെയ്ത് വന്നവരാണേ. ഞാൻ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് വിളിച്ച്, ഇവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ ഇവിടെ അടുത്ത് എങ്ങനെ അങ്ങനെ പോകാൻ പറ്റിയ ഹാങ് ഔട്ടിന് പറ്റിയ സ്ഥലം ഉണ്ടോ എന്ന്. അങ്ങനെ ആരെയോ വിളിച്ച് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറയുവാണ് ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് പറയുക. അപ്പൊ നമുക്ക് പോവാന്ന് പറയും. അപ്പൊ അങ്ങനെ അമ്മ ടീനയുടെ അടുത്ത് ചെന്നിട്ട് പറയാം, ഡിയർ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും വേണമല്ലോ. ടീന പറയാം, മമ്മി ലുക്ക് അറ്റ് മൈ ഡോൾ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, വിൽ യു പ്ലീസ് മേക്ക് സം ബ്യൂട്ടിഫുൾ ഫ്രോക്സ് ഫോർ ഹെയർ, ഐ വാണ്ട് ടു ഡ്രസ് അപ്പ് ഹെയർ മോർ ബ്യൂട്ടിഫുള്ളി. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കാഷ്വലി ഉള്ള ടോക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ അമ്മ അതൊക്കെ സമ്മതിച്ചുകൊണ്ട് പറയാം, നമുക്ക് അടുത്തൊരു പാർക്ക് ഉണ്ട്, പാർക്കിൽ പോകാൻ. ഞാൻ ഇപ്പൊ തന്നെ റെഡിയായി വരാം. സീൻ 2 കാണിക്കുന്നത് പാർക്കാണ്. പാർക്കിൽ കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്, കുറെ കുട്ടികൾ അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. ഒരു പ്രായമായ ഒരാൾ അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട് ഒരു ബെഞ്ചിലിരുന്ന്. ടീന ഭയങ്കര സന്തോഷത്തിൽ പാർക്കിലേക്ക് വരിക കേട്ടോ. അവിടെ ലാഡർ ആൻഡ് സ്ലൈഡ് ഉണ്ട്, അതിൽ പോയി കളിക്കട്ടെ എന്നൊക്കെ അവള് ചോദിക്കുക. അപ്പൊ അങ്ങനെ പാരന്റ്സ് ഒരിടത്ത് ഒരു ബെഞ്ചിൽ പോയിരുന്നു, ഇവള് കളിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അച്ഛനും അമ്മയും കൂടെ പിന്നെ സംസാരിക്കുകയാണ്, അവൾ എന്ത് ഹാപ്പി ആയിട്ടാ കളിക്കുന്നത്, നമുക്കിവിടെ ഇടയ്ക്കിടയ്ക്ക് വരണം, എല്ലാ കുട്ടികളും എൻജോയ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല പ്ലേസ് ആണ്, നല്ല കാമാണ്, ഹൈജീൻ ആണെന്നൊക്കെ പറയുന്നു. അപ്പൊ ടീന എന്ത് ചെയ്തു, അവിടെ കളിക്കുന്ന മറ്റു കുട്ടികളുമായിട്ട് അവള് ജോയിൻ ആയി, അവരുമായിട്ട് കളിക്കാൻ തുടങ്ങി, ഫ്രണ്ട്സ് ആയി അവർ പെട്ടെന്ന് തന്നെ. അപ്പൊ ഈ ഒരു പ്രായമായ ആൾ അവിടെ നിന്ന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടായിരുന്നല്ലോ, അയാൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആയി. കുട്ടികളുടെ ശബ്ദം അയാൾക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ ഭയങ്കര ദേഷ്യപ്പെട്ട് അവരോട് ഷൗട്ട് ചെയ്തു, മിണ്ടാതിരിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷൗട്ട് ചെയ്തു. കുട്ടികൾക്ക് അത് പെട്ടെന്ന് ഭയങ്കര വിഷമായി പോയി. അവർക്ക് എന്നാലും അവര് പിന്നെ സൈലന്റ് ആയിട്ട് വേറൊരു സ്ഥലത്ത് ഒരു കോർണറിൽ പോയി കളിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും പരസ്പരം ബൈ ഒക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. അപ്പൊ ഈ ഓൾഡ് മാനും അവിടെ ഉണ്ടായിരുന്നല്ലോ, അയാളെ നോക്കി ടീന ബൈ പറഞ്ഞു, പക്ഷെ അയാള് മൈൻഡ് ചെയ്തില്ല. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് അതൊക്കെ ഇത്തിരി വിഷമായി. പിന്നെ ടീനയുടെ വീട് കാണിക്കുക. ടീന ഇങ്ങനെ പറയാ പാരന്റ്സിന്റെ അടുത്ത്, താങ്ക് യു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നെക്സ്റ്റ് വീക്കെൻഡ് നമുക്ക് പോണം. അപ്പൊ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒക്കെ അവരിങ്ങനെ അവരുടെ ഡിന്നറിന് പോയി. അത് കഴിഞ്ഞ് സീൻ 3 അതായിരുന്നു, വീടായിരുന്നു. വീണ്ടും സീൻ 4 പാർക്ക് കാണിക്കുകയാണ്. ടീന പാരന്റ്സുമായിട്ട് വന്നു. അപ്പൊ അന്ന് കണ്ട ആ കുട്ടികളെ തന്നെ കണ്ടു, ഫ്രണ്ട്സിനെ കണ്ടു, അവരെല്ലാം അവിടെ കളിക്കുന്നു. അപ്പൊ എല്ലാരെയും അടുത്തേക്ക് അവള് കളിക്കാനായിട്ട് ചെന്നപ്പോ സെയിം ആ ഓൾഡ് മാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവള് ചെന്ന് അയാളെ വിഷ് ചെയ്തു ചിരിച്ചുകൊണ്ട്, പക്ഷെ അയാൾ അപ്പോഴും മൈൻഡ് ചെയ്തില്ല. അപ്പൊ അവൾക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പൊ പറഞ്ഞു, സാരില്ല ടീന, നീ പോയി കളിക്കൂ, അദ്ദേഹം ചിലപ്പോ ബിസി ആയിരിക്കും, ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ടീന വേഗം ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി ഇങ്ങനെ കളിക്കുവാണ്. പെട്ടെന്ന് എന്തു പറ്റി, പെട്ടെന്ന് മഴ പെയ്തു. മഴ പെയ്തപ്പോ കുട്ടികളെല്ലാം കൂടെ അവിടെ ഒരു ഷെയ്ഡ് പോലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അങ്ങോട്ട് എല്ലാരും കൂടെ മഴ നനയാതിരിക്കാനായിട്ട് മഴയും ഇടിയും മിന്നലും തുടങ്ങി. എല്ലാരും അവിടെയുള്ള ആ ഷെയ്ഡിലേക്കും ഷെൽട്ടർ പോലെ കെട്ടിയിട്ടുള്ള ചില ഹട്ടൊക്കെ ഉണ്ട്, ഹട്ടിന്റെ അവിടെ പോയി നിന്നു. പക്ഷെ ഈ പ്രായമായ മനുഷ്യന് പെട്ടെന്ന് എണീറ്റ് അങ്ങോട്ട് വരാൻ പറ്റിയില്ല, അയാൾ വീണു. നല്ല മഴയും ഇടിയും മിന്നലും ഒക്കെയാ, അയാൾക്ക് എണീക്കാൻ പറ്റുന്നില്ല വീടിനടുത്ത് നിന്ന്. അപ്പൊ ടീനയും അവളുടെ ഫ്രണ്ട്സും ഓടി വന്നിട്ട് അയാളെ അവിടെ നിന്ന് പിടിച്ചെണീപ്പിച്ചു. എന്നിട്ട് അവിടെ ഷെൽട്ടറിന്റെ ഭാഗത്ത് കൊണ്ടുപോയി ഇരുത്തി, എന്നിട്ടൊരു ടവല് കൊണ്ടുവന്ന് ടവല് കൊണ്ട് തുടച്ചു, പിന്നെ നല്ല ചൂട് ചായയൊക്കെ കൊടുത്തു. അയാൾക്ക് ഭയങ്കര വിഷമം, അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു. അയാള് കുട്ടികളോട് താങ്ക്സ് എല്ലാം പറഞ്ഞു. അവള് ചോദിച്ചു, ഗ്രാൻഡ് പാ ആർ യു ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞു ഓക്കെ ആണ്, കുറെ താങ്ക് യു ഒക്കെ പറഞ്ഞു, സോറിയും പറഞ്ഞു. അയാൾക്ക് ഭയങ്കര ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നു, ഞാൻ നിങ്ങളോട് റൂഡായിട്ട് പെരുമാറി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു അപ്പൊ അവള് പറയാണ്, അങ്ങനെയൊന്നും പറയണ്ട, ഞങ്ങളുടെ സ്വീറ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് പാ ആണെന്ന് പറഞ്ഞു. അയാളെ ഹഗ് ചെയ്തു. അങ്ങനെ കുട്ടികളെല്ലാം അയാളെ ഹഗ് ചെയ്തു. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അയാളൊരു പാട്ട് പാടി. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് പാട്ട് പാടി. അതാണ് എന്റെ ഡ്രാമ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഡ്രാമ. ഇതെങ്ങനെ ഈ കഥ ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാപ്പൻഡ്, അങ്ങനെ സംഭവിച്ചു പോയി. നമുക്കത് വരും, തീർച്ചയായിട്ടും വരും. അപ്പൊ ഇതിന് പിക്ചർ വേണമെന്നില്ല, ഒട്ടിച്ചാലും കുഴപ്പമില്ല. പിന്നെ മൈം എന്ന് പറയുന്നത് നമുക്ക് ഒരു മൈം എന്താ ശരിക്കും, നമുക്ക് ശബ്ദമില്ലല്ലോ. ശബ്ദമില്ലാത്തപ്പോ അത് നമ്മളുടെ ഒരു ലിമിറ്റേഷനാ. പക്ഷെ മെസ്സേജ് നല്ലതുപോലെ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ള ഒരു സ്റ്റോറി, അത്രയേ ഉള്ളൂ മൈം.
ഞാൻ എഴുതിയ സ്റ്റോറി ഒരു കൊച്ചു പെൺകുട്ടിയെ കുറിച്ചാണ്. ഒരു വളരെ ഒരു പുവർ ഫാമിലിയാണ്, എന്നാലും അന്നത്തേക്കുള്ളത് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവളുടെ അമ്മയച്ഛനും അവളെ വളർത്തുന്നുണ്ട്, അവള് പഠിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ ബർത്ത്ഡേ വരുവാണ്. അവൾക്ക് ബർത്ത്ഡേക്ക് ഒരു ഡോള് വേണം. ഈ സിമിലർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡോള് വേണമെന്നും പറഞ്ഞിട്ട് അവള് പാരന്റ്സിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു ഡോള് വാങ്ങാനുള്ള കാശ് അവരുടെ കയ്യിലില്ല. അപ്പൊ അവൾക്ക് അത് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞു. ഡോളിന്റെ പകരം വേറെ എന്തെങ്കിലും വാങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോ അവള് സമ്മതിച്ചില്ല, വാശി പിടിച്ചു. അപ്പൊ എന്ത് ചെയ്യും, അവള് കരയാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നു. പാരന്റ്സ് ഭയങ്കര വിഷമായി. അവര് പറഞ്ഞു ഞാൻ എന്റെ പിഗ്ഗി ബോക്സ് കോയിൻ ബോക്സ് പൊട്ടിക്കാം. അവളുടെ അമ്മ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ഞാൻ എന്റെ വാച്ച് ആർക്കെങ്കിലും വിൽക്കാം എന്നൊക്കെ അവര് സംസാരിക്കുന്നത് ഇവള് കേൾക്കുക. അവൾക്ക് ഭയങ്കര വിഷമായി അത് കേട്ടപ്പോ. അവളിത് ഓവർ കെയർ ചെയ്തു. അപ്പൊ അവൾക്ക് ഭയങ്കര വിഷമവും ഗിൽട്ടി ഫീലിംഗും വന്നു. അവൾ ഓടിച്ചെന്ന് പാരന്റ്സിനെ ഹഗ് ചെയ്തു. അവള് സോറി ഒക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം മതി. ഇത് മൈമ രൂപത്തില് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു സ്റ്റോറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് റെക്കോർഡിൽ വരുന്നത് സ്റ്റോറി ബുക്കില്. അപ്പൊ ഇത് കൂടുതലായിട്ട് എഴുതണം എന്ന് തോന്നിയാൽ കൂടുതലായിട്ട് എഴുതാം, ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഓക്കെ, ക്ലിയർ ആയോ? എഴുതി തുടങ്ങും കേട്ടോ, കാരണം എനിക്കിത് പറ്റില്ല എന്ന് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആദ്യം എഴുതാം. സ്റ്റോറി സോങ് ചിലപ്പോൾ എളുപ്പം തോന്നുന്നുണ്ടാവും ആർക്കെങ്കിലും, അത് എഴുതും. അങ്ങനെ എന്തെങ്കിലും എഴുതില്ല. ഓക്കെ, ക്ലിയർ ആയില്ലേ? മിസ്സേ, നമ്മുടെ സോങ് റൈംസ് എഴുതുന്ന റെക്കോർഡില്ലേ, അതില് ഓൾമോസ്റ്റ് എല്ലാ റൈംസും ഞാൻ എഴുതി. ഫ്ലോക്ക് സോങ് അത് കിട്ടുന്നില്ല, അത് കുറേ ആയി ഇങ്ങനെ ഇരിക്കുന്നു. അതിനൊരു തീം സെറ്റ് ആവുന്നില്ല. നാടൻ പാട്ട് അല്ലേ ജിഷ? ഫോക്ക് സോങ് അത് ഫിഷർമാൻ, ഫാർമേഴ്സ് അങ്ങനെയുള്ളവരുടെ ഒക്കെ ചില യൂസ് ചെയ്യുന്ന ചില വാക്കുകളൊക്കെ വരില്ലേ ഇങ്ങനെ? അതിനൊരു സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല മാം, അതാണ് പ്രശ്നം. എനിക്കും വലിയ സ്റ്റാർട്ടിങ് ഒന്നും കിട്ടിയൊന്നുമില്ല. ഞാൻ എഴുതിയത് പറയാ. മിസ് അതൊന്ന് വായിക്കാവോ? ബാക്കിയെല്ലാം കഴിഞ്ഞോ? ബാക്കി സോങ്സ് എല്ലാം ഞാൻ എഴുതി. പക്ഷെ സോങ്സ് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാ അങ്ങനെ അതറിയില്ല, എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പറ്റിക്കൽ സോങ് ആട്ടോ എഴുതിയത്. എനിക്ക് ഇതിനകത്ത് കുറെ അങ്ങനെയുള്ള മീനിങ് ഇല്ലാത്ത കുറെ വാക്കുകൾ ചേർക്കണം. സോ അങ്ങനെ ഞാനൊരു എഴുതി. അതിനൊരു പിക്ചർ ഒട്ടിച്ചൊരു പെൺകുട്ടി കൈ കൊട്ടി പാടുന്ന പോലെയാണ് പിക്ചർ ഒട്ടിച്ചത്. ഹിപ് ഹിപ് ഹുറേ ഹുറേ, farmers sang together happily, hays waved their head in the wind, birds sang together coo 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 coo, they happily fly together, everyone feeling happy, singing together la la la, nature also feeling happy when it touches by the raindrops. ഒരെണ്ണോടെ ഉണ്ടല്ലോ, അത് കൂടെ വായിക്കാം. രണ്ടും കൂടെ കേൾക്കുമ്പോ എന്തെങ്കിലും ഐഡിയ കിട്ടിയാലും. അത് ഈ ഫിഷർമാൻ അവരുടെ ഒരു പടം വെച്ചിട്ട് ഒരു ബോട്ടിൽ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നു. ഹിയ 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 ഹിയ, ഫിഷർമെൻ വീറ്റ് ടുഗദർ, ഹാ ഹാ ഹാ, ദേ സാങ് ടുഗദർ, ഹിയ ഹിയ ഹാ ഹാ. പറ്റിക്കലാണ്. 2-3 ലൈൻസിൽ ചുമ്മാ ഹിയ ഹിയ മാത്രം വന്നില്ല, അപ്പൊ തന്നെ നമുക്ക് 2-3 ലൈൻ കിട്ടി. ദേ റോ ദെയർ ബോട്ട് ടു സീ ഫോർ ക്യാച്ചിങ് ഫിഷ്, സിംഗിങ് യോ യോ ലാ ലാ, ഷൗട്ടിങ് ഹുറേ ഹുറേ. അങ്ങനെ കിട്ടാ മതി. കുട്ടികൾ ഇതിന്റെ മീനിങ് നോക്കണ്ടോ? അവർക്ക് നിങ്ങൾക്ക് നല്ലപോലെ ടോണില് പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ തന്നെ വിജയിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കൈയൊക്കെ അടിച്ച് അവർ വീട് പഠിക്കും. ടീച്ചർ നമ്മള് കുറെ കുറെ തന്നെ 4 വരിയാക്കും. നോക്കും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മളുടെ മനസ്സൊക്കെ മാറും. എഴുതി നോക്കട്ടെ മാം, കിട്ടുമെന്ന് അറിയാലോ. ബാക്കിയൊക്കെ ശരിക്കും പണിയെടുക്കട്ടായിരുന്നല്ലോ, ഇതിന് പണി ഇച്ചിരി കുറവാ. ജിഷ പറഞ്ഞല്ലോ, കുറെ ഇടയ്ക്കിടയ്ക്ക് ചേർത്താ മതി. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ട് ടീച്ചർ, സൈൻ ഔട്ട് ഉണ്ട്. ഇപ്പൊ ടീച്ചർ ഇന്ന് നമുക്ക് ഒരു കടൽ കാണാൻ പോവാം സൈൻ ഔട്ടിലൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. അതായത് ഞാൻ പറയുന്നത് കേട്ട് കണ്ണടച്ച് അതിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാൽ മതി കേട്ടോ.
ഞാൻ എന്താണോ പറഞ്ഞിരുന്നത് അത് കേൾക്കുക. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കടൽ കാണാനാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടെ നമ്മുടെ കൂടെ ഉണ്ട് കടൽ കാണാൻ. ആരോ ആവാം, നമുക്ക് ആരെ വേണേൽ മനസ്സിൽ സങ്കല്പിക്കാം. അപ്പം അവരുടെ കൂടെ നമ്മൾ കടൽ കാണാൻ പോകുന്നു. അപ്പോൾ ഈ കടലിന് 4 വളവുകളുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. 4 വളവുകൾ, ലൈഫിൻ്റെ 4 ടേണിംഗ് പോയിന്റുകളാണ്. അപ്പോൾ ഈ കടൽ കാണാൻ പോകുമ്പോൾ ഞാൻ ഈ പറയുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഈ ഒരു പകുതി പറഞ്ഞു തീരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് മനസ്സിലേക്ക് കയറി വരും. ചിലപ്പോൾ സന്തോഷമാവാം, സങ്കടം, എന്തോ ആവട്ടെ. അപ്പോൾ അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ കുറേ അടുത്ത് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ടീച്ചർ, ഇപ്പോൾ റെഡി അല്ലേ? നിങ്ങൾ വരുന്നുണ്ടോ? നമുക്ക് കടൽ കാണാൻ പോകാം. അങ്ങ് ദൂരെ 4 വളവ് കഴിഞ്ഞാൽ ഒരു കടൽ കാണും. ആദ്യ വളവ് കഴിയും വരെ മൺപാതയാണ് കേട്ടോ. ആദ്യ വളവ് കഴിയും വരെ മൺപാതയാണ്. നമ്മുടെ നഗ്നപാദങ്ങൾ ഇടയ്ക്കൊക്കെ മണ്ണിനെ ചുംബിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് മണ്ണിനെ ഇങ്ങനെ കെട്ടിപ്പുണരട്ടെ. കുട ചൂടണ്ട. വയൽവരമ്പിലെത്തുമ്പോൾ തെക്കൻ കാറ്റ് കൂടെയുണ്ടാകും. നമ്മളെ കെട്ടിവരിയും. മുടിയിഴകളെ തഴുകി പാട്ടുകളൊക്കെ പാടിത്തരും. കൊച്ചുകളൊക്കെ നമ്മളെ ഉറ്റുനോക്കുമ്പോൾ അവരെയും കടൽ കാണാൻ വിളിക്കാൻ മറക്കരുത് കേട്ടോ. ആദ്യ വളവ് കഴിയുമ്പോൾ പിന്നെ ഏറെ ദൂരം ഇടതൂർന്ന കാടാണ്. ഇടതൂർന്ന കാട്ടിലൂടെ വേണം ഇനി നമുക്ക് സഞ്ചരിക്കാൻ. ഇഴനീങ്ങിയ വാർമുടിക്കിടയിലൂടെ എന്ന പോലെ മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചിറങ്ങാൻ വെമ്പി നിൽക്കും പ്രഭാത കിരണം. പൂത്താങ്കിരിയും വണ്ണാത്തിപ്പുള്ളും അടയ്ക്കാക്കുരുവികളും കലപില കൂട്ടിയ വഴിവക്കുകളിൽ നമുക്ക് ഇടവിട്ട് വിശ്രമിച്ചു പോകാം. വേലിപ്പൂക്കളുടെ പേരുകളെ ചൊല്ലി തമ്മിൽ കലഹിച്ച് ദാഹിച്ച് ഒടുവിൽ മാങ്കേക്കാടിൻ്റെ താഴ്വരയിലൂടെ ഒഴുകുന്ന തെളിനീര് മോന്തി കുടിച്ച് മധുര ചിരികളിൽ നിർവൃതി പങ്കിട്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും നടക്കാം. രണ്ടാമത്തെ വളവും കഴിഞ്ഞ് പനന്തടി കുറുകെ കെട്ടിയ കനാലിനെ മറികടക്കുമ്പോൾ രണ്ടാമത്തെ വളവും കഴിഞ്ഞ് പനന്തടി കുറുകെ കെട്ടിയ കനാലിനെ മറികടക്കുമ്പോൾ വട്ടമിട്ടു പടർന്ന പേരാലിൻ്റെ മുറ്റി നിൽക്കുന്ന വേരിറക്കങ്ങളിൽ ഒന്നിരുന്ന് ഒരല്പനേരം ഇരുന്ന് കാവു തീണ്ടിയ കഥയും കുലദൈവങ്ങളുടെ ആണ്ടുപൂജയ്ക്ക് ഇല്ലിമുത്തിക്ക് നേർച്ചക്കോഴിയുടെ തലയറുത്ത് രക്തം കൊടുത്ത കാലക്കോലങ്ങളുടെ കഥയും പറഞ്ഞു തരാം. മൂന്നാമത്തെ വളവ് ഇത്തിരി കഠിനമാണ് കേട്ടോ. മൂന്നാമത്തെ വളവ് ഇത്തിരി കഠിനമാണ്. നമ്മൾ നാടിറങ്ങുകയാണ്. നമ്മളിപ്പോൾ നാടിറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഭയപ്പാടും ഒച്ചപ്പാടും നെഞ്ചിൻ്റെ കമ്പനങ്ങളെ ഇങ്ങനെ പെരുമ്പറ കൊട്ടിക്കും. നമ്മൾ ഏതോ അന്യഗ്രഹത്തിലേക്ക് എന്ന പോലെ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഇനി ആവൽമരങ്ങളുടെ തണലുണ്ടാകില്ല, കിളികളുടെ കളകൂചനമുണ്ടാകില്ല. അവിടവിടങ്ങളിലായി പേരാൽ തണലും കുടിക്കാൻ നീരുറവയും ഉണ്ടാകില്ല. അസഹ്യമായ ചൂടിൽ ഒറ്റ വരിപ്പാത നമുക്കിങ്ങനെ നടന്നു നീങ്ങണം. ഓ, കഷ്ടം തന്നെ. ദൂരെ അടർന്ന മലകളെ കാണും. ഒഴുകാത്ത നദി മറികടക്കും. വിണ്ട നിലങ്ങളിലൂടെ ഒരു മരുഭൂമി താണ്ടും. മൂന്നാമത്തെ വളവ് കഴിയുമ്പോൾ നന്നേ ദാഹിക്കും കേട്ടോ. മൂന്നാമത്തെ വളവ് കഴിയുമ്പോൾ നമ്മൾ നന്നേ ദാഹിക്കും. തൊണ്ട വറ്റും. നമ്മൾ പരസ്പരം പിന്നെ മിണ്ടാതെയാകും. ഒപ്പം നടന്ന നമ്മൾ കണ്ണെത്തുന്ന ദൂരത്തിൻ്റെ രണ്ടറ്റത്തെ 2 ചെറിയ പൊട്ടുകളായി മാറും. പുറകിലുണ്ടോ എന്ന് നീയും മുന്നിലുണ്ടോ എന്ന് ഞാനും കണ്ണു ചുളിച്ച് നോക്കി നോക്കി നാലാമത്തെ വളവ് കടന്നതേ അറിയില്ല. ഒരു ഉപ്പ് കാറ്റ് കുളിരി കോരി അടുത്തേക്ക് കെട്ടിപ്പുണർന്നപ്പോഴാണ് നമ്മളിതാ കടലടുത്തെന്ന് തിരിച്ചറിയുന്നത്. അതെ, നമ്മളിതാ കടലടുത്തിരിക്കുന്നു. എൻ്റെ കാവിലമ്മേ, ഇതെന്തു മറിമായം! തിരകളെല്ലാം എന്നിലേക്കിതാ തുരുതുരാന്ന് ആഞ്ഞടിക്കുകയാണ്. എന്നിലേക്ക് തുരുതുരാന്ന് ആഞ്ഞടിക്കുകയാണല്ലോ എൻ്റെ കാവിലമ്മേ.
മയിലിനെ പോലെ നൃത്തമാടാൻ ഞാൻ കൊതിച്ചു. കുയിലിനെ പോലെ പാടിപ്പറക്കാൻ ഞാൻ തുടിച്ചു. മാൻപേടയെ പോലെ തുള്ളിക്കുതിക്കാൻ അർമാദിച്ചു. ആദ്യമായി കടൽ കണ്ടവളുടെ നെഞ്ചാകെ തിര ഇങ്ങനെ കോരി ഒഴിക്കുകയാണല്ലോ എൻ്റെ കാവിലമ്മേ. എത്ര പേരാ കടലിനെ പ്രേമിക്കുന്നത്, എത്ര പ്രണയപരാഗങ്ങളാണ് മുത്തിപ്പുണരുന്നത്, എത്ര നിർമ്മല സ്നേഹങ്ങളുടെ കാൽപ്പാടുകളാണ് തിര ഒപ്പിയെടുക്കുന്നത്. നേരം മോന്തി കുടിച്ച് സന്ധ്യ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഇല്ലിമുത്തി പാക്കും വെറ്റിലയും തിന്ന് ചോപ്പിച്ച പോലെ മാനം നിറയെ തുടുത്തിരിക്കണം. നമ്മുടെ ഇല്ലിമുത്തിയെ പാക്കും വെറ്റിലയും തിന്ന് ചോപ്പിച്ച പോലല്ലയോ ഈ മാനം അത്രയും തുടുത്തിരിക്കണത്. കാവിലമ്മയുടെ അതേ കുങ്കുമപ്പൊട്ട് കടലമ്മയും തൊട്ടിരിക്കുന്നത് കാണാൻ എന്തൊരു ചേലാണെന്നോ. എല്ലാ പുഴകളും ഒലിച്ചിങ്ങനെ ഇറങ്ങുകയല്ലേ ഈ ഒരേ കടലിലേക്ക് തന്നെ. എല്ലാ പുഴകളും ഒലിച്ചിങ്ങനെ ഇറങ്ങി വന്നാലും നെഞ്ചു വിരിച്ചു കുടികൊള്ളിക്കണ കടലമ്മേ, നാട്ടരുവിയോടൊപ്പം ഞാനും ഈ കടലിനെ ഒന്ന് പുൽകട്ടെ. നിന്നിലേക്ക് അലിയാൻ എനിക്ക് അത്രമേൽ കൊതിയായിട്ട് വയ്യ എൻ്റെ കടലമ്മേ. എങ്ങനെയുണ്ട് ടീച്ചർ? എന്തെങ്കിലും ഒരു അനുഭവം മനസ്സിലൂടെ പോയോ? ഒന്നിലെ സങ്കടം അല്ലെങ്കിൽ സന്തോഷം, ഏതോ ഒന്ന്. ചില സമയത്ത് നമ്മൾ എന്തോ വിട്ടുപോയി, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ ടീച്ചർ അനുഭവം? സമ്മിശ്ര വികാരം എന്ന് പറയാം. അതെ, ശരിക്കും അത് തൊണ്ട എന്ന് പറഞ്ഞില്ല, അപ്പോഴേക്കും എനിക്കും ഇവിടെ ട്രൈ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ. നിഷ നോമ്പെടുത്തിട്ട് ഇരിക്കാണ്. നീ ഇങ്ങനെ പറയുമ്പോ എനിക്കാണെങ്കിൽ അതിലേറെ ടീച്ചർ പറഞ്ഞ പോലെ. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാട്ടോ, നമുക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ എന്താണ് പെട്ടെന്ന് തോന്നിയെന്നുള്ളത്. അതെ, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ സമ്മിശ്ര വികാരമായിരുന്നു. സന്തോഷം അതേപോലെ തന്നെ സങ്കടവും. ഞാൻ കണ്ണ് തുറന്നിട്ടേ ഇല്ല കഴിയുന്നവരെ, അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ശരിക്കും യാത്ര ചെയ്യുന്ന ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ചിലത് കേൾക്കുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഫീൽ ചെയ്തു. പേടി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മള് നാട്ടിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോ ഒരു പേടിയുണ്ട്. അത് ടീച്ചർ നമ്മുടെ സ്കൂളിൽ വിട്ടുപോയോന്നൊരു ഡൗട്ടും അങ്ങനെയൊക്കെ. അത് തന്നെ, അതാണ് നമ്മുടെ മനസ്സിൽ അറിയാതെ വരുന്ന. മരണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ അതില്? അങ്ങനെയില്ല സഫിയ, ഇതൊരു ലൈഫ് വിഷമോ വിഷാദോ എന്തൊക്കെയോ വന്നു. ഇതെന്താ അറിയോ സഫിയ, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ നടന്നു നമ്മൾ ജനിച്ചു വളർന്ന സമയത്തൊക്കെ നമുക്ക് ചുറ്റും കാടാണ്, എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും തണുപ്പാണ്. എല്ലാവരും നമുക്ക് തണല് നൽകണം. പ്രഭാതത്തില് സൂര്യൻ വരെ ഈ പച്ചിലകളുടെ ഇടയിലൂടെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണ്ട വെയിൽ മാത്രമേ തരുന്നുള്ളൂ. പിന്നെ നമ്മൾ ലൈഫിലേക്ക് പോകും തോറും നമ്മൾ കുറച്ചുകൂടെ കാലഘട്ടം മാറും തോറും കൊടിയ വേനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതി തന്നെ മാറി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി, നമ്മുടെ ജീവിതം തന്നെ മാറി. അപ്പോൾ ഓരോ ഘട്ടങ്ങൾ, 4 വഴിത്തിരിവുകൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ 4 ഘട്ടങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവസാനം കടല് കാണുക എന്ന് പറഞ്ഞാൽ ജന്മം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പം ആ കടല് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളില്ല, ഒരു പൊട്ടുപോലെ വന്ന് നമ്മുടെ ഇടയിൽ എപ്പോഴോ നമ്മുടെ അടുത്ത് നിന്നിട്ട് അവസാനം ഒരു പൊട്ടുപോലെ 2 ബിന്ദുക്കളായിട്ട് നമ്മൾ ഇല്ലാതാവുകയാണ്. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, അങ്ങനെ ഇല്ലാതാവുന്നവരാണ്. അപ്പൊ നമുക്ക് ശാശ്വതമായിട്ട് നമ്മുടെ കൂടെ ആരും ഇല്ല എന്നുള്ളതാണ്. ഒരു കടല് കാണാൻ അവസാനം നമ്മൾ ഒറ്റയ്ക്കാണ് ആ തിരയെ നേരിടേണ്ടത്. ആ തിരയുടെ തണുപ്പ് നമ്മൾ ഒറ്റയ്ക്കാണ് അറിയേണ്ടത്. ആ തീരം നമ്മൾ ഒറ്റയ്ക്കാണ് ആസ്വദിക്കുന്നത്. അതിൽ മറ്റൊരാളുടെ സന്തോഷമോ മറ്റൊരാളുടെ സങ്കടമോ ഒന്നും വരുന്നില്ല. എന്നാൽ നമ്മൾ ചുറ്റിലുള്ള എല്ലാത്തിനെയും നമ്മൾ ആസ്വദിക്കുക, ഓരോരുത്തരും അവിടെ ഇരുന്ന് പ്രണയിക്കുന്നത്, അതായത് ജീവിതത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളെയും നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരു കടല് കാണാൻ, ഒരു ജീവിതം കാണാൻ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇത് ജിഷ ടീച്ചർ, ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളിലെ വായനാ ദിനത്തിന് പിള്ളേരെ കുറച്ച് ഇങ്ങനെ കഥയും കവിതകളും ഒക്കെ ആയിട്ട് വരണമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് വിളിക്കും. അപ്പൊ അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എഴുതിയതാണ്. അതായത് വായന എന്ന് പറയുന്ന ഒരു മഹത്തരമായിട്ടുള്ള ഒരു അനുഭവമാണ്. അതൊരു വലിയൊരു മെഡിറ്റേഷനാണ്. അപ്പം ഈ വായനയെ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് അനുഭൂതി ഉണ്ടാക്കുക? നമുക്ക് എഴുതിയത് മറ്റുള്ളവർ എപ്പോഴാണ് അനുഭൂതി ഉണ്ടാവുന്നത്, അപ്പോഴാണ് ആ എഴുത്തിന് യഥാർത്ഥ പൂർണ്ണമായ രൂപം ലഭിക്കുന്നത്. അപ്പോൾ വായന എന്ന മഹത്തരമായ വികാരം ടീച്ചേഴ്സിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് എഴുതിയിരുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഇതുപോലെ ടീച്ചേഴ്സിനെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് അവരിങ്ങനെ കണ്ണ് അടച്ചു കെട്ടിയിട്ട് അവരുടെ പുറകിൽ നിന്ന് ഞാൻ ഇതിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കണം. കാരണം ആ ടീച്ചറുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് കുറച്ച് കാലേ ആയതുള്ളൂ.
അപ്പോൾ ടീച്ചറുടെ മനസ്സിൽ ഓർമ്മ വന്നത് അതാണ്. അത് നമ്മുടെ വായന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുകയാണ്, ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. സങ്കടങ്ങളാണെങ്കിൽ അത് പെയ്തു തോർന്നു പോകുന്ന പോലുള്ള ഒരു അനുഭൂതി ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് എനിക്ക് ഓൺലൈനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതാണ് എത്രത്തോളം അത് എഫക്റ്റീവ് ആകുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ചെയ്തതാണ് ടീച്ചർ. താങ്ക് യു. വെരി ഗുഡ്, നന്നായിട്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ജിഷ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് നമ്മൾ യു. ഏതോ ഒരു മായാ ലോകത്ത് എത്തിയ പോലെ ഒരു നല്ലൊരു അനുഭൂതി തന്നു. താങ്ക്സ്. നല്ല വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ജിഷാനെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നമ്മുടെ മനസ്സൊക്കെ നന്നായി റിലാക്സ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ശരി. ജിഷ നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല സംസാരിക്കുമ്പോ ഇഷ്ടമായി. നമ്മൾ ആ സംസാരിക്കുമ്പോ തന്നെ നമുക്ക് ആ സ്തുതിക്ക് കറക്റ്റ് ആണ്. അതെല്ലാം മറന്ന് നമ്മൾ ഇരുന്ന് പോകും. കറക്റ്റ് ആണത്. നിശ്ചയം തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യും, നമ്മൾ കേൾക്കും, അങ്ങനെ ഇങ്ങനെ പോകും. ജിഷ സംസാരിക്കുമ്പോ നമ്മൾ അതിന്റെ കൂടെ ആ കടല് കാണാൻ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് പോലെ ഉള്ള ഒരു ഫീല്. ജിഷയുടെ ശബ്ദത്തിന് എന്തൊക്കെയോ ഒരു പ്രത്യേകതകളുണ്ട്, നമുക്ക് പറയാൻ പറ്റാത്തൊരു ഫീലിങ്സ്. താങ്ക് യു. താങ്ക് യു. ആരും പിടിച്ചിരുത്താനുള്ള ഒരു കഴിവുണ്ട് ജിഷയ്ക്ക് അല്ലേ? നല്ലൊരു ടീച്ചറായ ആ കുട്ടികളുടെ ഒരു ഭാഗ്യമായിരിക്കും ടീച്ചറെ. കഥ കേൾക്കാനും എല്ലാത്തിനും. കുട്ടികള്, പാരന്റ്സ്, അല്ല, കാര്യമായിട്ട് ടീച്ചേഴ്സ്, സ്കൂളിന്റെ എല്ലാ നാടിന്റെ ഭാഗ്യം. താങ്ക് യു ടീച്ചർ. താങ്ക് യു. കാരണം നമ്മൾ തന്നെ നല്ല ആസ്വദിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ ആ കുട്ടികളുടെ ഒരു ഭാഗ്യാണ് അല്ലേ ടീച്ചറെ? അതെ അതെ അതെ. ഇത് പറഞ്ഞപ്പോഴേ ടീച്ചർ പെട്ടെന്ന് നമുക്ക് ഒരു വർഷം മുൻപേ നമ്മുടെ പ്രോഗ്രാമിൽ സ്ഥിരമായി ഞാൻ ഓരോ ദിവസവും ഡെയിലി ഓരോ എഴുത്തുകാരെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ഓരോരുത്തരെയും പഠിച്ചിട്ട് രാത്രി 8 മണിക്കാണ് ലൈവ്. അവരുടെ കവിതയും പഠിച്ചു വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഉഷ ഭവാനി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട്. അപ്പം നല്ല എഴുത്താണ് പുള്ളിക്കാരത്തി. അപ്പം ഒരുപാട് വിഷമങ്ങളുള്ള ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരാളാണ്. അപ്പം അവരെ പരിചയപ്പെടുത്തിയ ശേഷം പിന്നെ അവരെ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഈ 8 മണി എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് വിഭാഗം ആളുകൾക്ക് എന്റെ ശബ്ദം കേൾക്കണം. സ്ഥിരം ലൈവാണ്, തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ ദിവസവും ലൈവാണ്. അപ്പോൾ ഒരു ദിവസം ലൈവിന് വന്ന് പരിചയപ്പെട്ടി. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവരെ കണ്ടില്ല. ഒരു ദിവസം രാത്രി 12:30 ആയപ്പോൾ അവര് വിളിക്കുകയാണ്, മനസ്സിന് ഒരു സ്വസ്ഥതയില്ല ജിഷ, എനിക്ക് കുറച്ചു നേരം ജിഷയോട് സംസാരിക്കണം എന്ന്. അപ്പൊ എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ, അവര് ഹോസ്റ്റലിൽ വാർഡനായിട്ട് ജോലിയാണ്. അപ്പൊ അവരുടെ ഹസ്ബൻഡ് പോലീസാണ്. അപ്പം അവർ തമ്മിൽ എന്തോ ഇഷ്യൂ ആയി. അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഒരു വക്കിലേക്ക് വന്ന് നിന്നപ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് പിണങ്ങിയിട്ട് പിന്നെ ആ ഒരു ഹോസ്റ്റലിൽ നിന്ന് പോവാൻ ഒരു ഇടവില്ലാതായപ്പോൾ അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചപ്പോൾ അവരാകെ ഡൗൺ ആയിപ്പോയി. അങ്ങനെ കുറേ നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നു. അത് ഇരുന്നപ്പോഴാണ് അവർ എന്നോട് ഒരു ദിവസം പറഞ്ഞത്, അതായത് 40 വയസ്സ് വരെ ഞാൻ ഈ ക്യാൻവാസിലേ ഇല്ലായിരുന്നു. അതായത് 40 വയസ്സ് വരെ അവരാരാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതൊരു സ്ത്രീയുടെ ഏറ്റവും വലിയൊരു വിഷമമാണ്. അപ്പൊ അവരത് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഞങ്ങളൊരു ഏകദേശം രാവിലെ വെളുപ്പിന് 3:30 3:45 വരെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അവസാനം അവർ ഉറക്കം വന്നപ്പോൾ ജിഷ എനിക്കൊന്ന് ഉറങ്ങണമെന്ന്. അപ്പൊ ശരി ടീച്ചറെ, എനിക്ക് ഉറങ്ങിക്കോ, ശരി എന്ന് പറഞ്ഞു വെച്ചു. അത് എൻ്റെ ലൈഫിൽ വല്ലാത്തൊരു അനുഭവമാണ്. 40 വയസ്സ് വരെ നമ്മളൊരു ക്യാൻവാസിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ആ 40 വർഷം നമ്മൾ വെറും ബിഗ് സീറോ ആയിരുന്നു എന്നുള്ളത് എത്ര വേദനയുള്ള ഒരു കാര്യമാണ് അല്ലേ ടീച്ചർ? സോ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം യൂസ് ചെയ്യുക, ടൈം വൈസ്ലി യൂസ് ചെയ്യുക. ഓക്കെ ഫൈൻ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. മിസ്സിന് ക്ലാസ് ഉണ്ടോ? ഏതാ ക്ലാസ് ഉണ്ടോ ഇനി? 10 മണിക്ക് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത് ഞാൻ. അല്ല, ഇപ്പൊ നമ്മുടെ ടൈം തന്നെ 2:50 ആയല്ലോ. ഇന്നിപ്പോ വൈവ സെഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്തല്ല, സാധാരണ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇന്നില്ല, ഇന്ന് രാത്രിയുള്ളൂ. സോറി ടീച്ചർ, ഇന്ന് ഞാനാണ് കുറച്ച് സമയം എടുത്തത്. അത് ഫ്രൂട്ട്ഫുൾ തന്നെയായിരുന്നില്ലേ? താങ്ക് യു. വെറുതെ സമയം കളയായിരുന്നില്ലല്ലോ. ഓക്കെ ജിഷ അതുകൊണ്ട് ഇന്ന് ക്ലാസ് കട്ടാക്കാനേ തോന്നില്ല, അവസാനിപ്പിക്കാനേ തോന്നില്ല. താങ്ക് യു. സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നി. ഓക്കെ ദെൻ ബൈ. ലഞ്ച് കഴിച്ചിട്ടില്ല, ഞാൻ ലീവ് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.